വേഗതയൊക്കെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ. വന്നു ആ പെൺകുട്ടിയെ കണ്ട സമയത്ത് ദേവകീദേവി പറഞ്ഞു എന്നാണ്, ഏട്ടാ പെൺകുട്ടിയാണ് ഇവള്, എത്രയോ എൻ്റെ മക്കളെ അങ്ങ് കൊന്നുകളഞ്ഞില്ലേ, പക്ഷെ ഇതിനെയെങ്കിലും എനിക്ക് വളർത്താൻ തരൂ എന്ന് പറഞ്ഞ സമയത്ത് പുത്രികൈകാ പ്രതീയതാം, ഈ ഉണ്ണിയെങ്കിൽ ഈ മകളെയെങ്കിൽ എനിക്ക് തരൂ എന്ന് പറഞ്ഞ സമയത്ത് ഇതൊന്നും കേൾക്കാതെയാണ് കംസൻ ആ ബാലികയെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അവിടെ ഭാഗവതം പറയും, സാധാരണയായിട്ട് സ്വാർത്ഥത വന്നാൽ സൗഹൃദങ്ങളൊക്കെ ഇല്ലാണ്ടാവും. സ്വാർത്ഥോന്മൂലിത സൗഹൃദ. നമുക്ക് സ്വാർത്ഥത വന്നാൽ അവിടെ ബന്ധുക്കളൊന്നുമില്ല, പിന്നെ അവിടെ ബന്ധുത്വത്തിനൊന്നും വിലയില്ല, സൗഹൃദത്തിന് വിലയില്ല, പിന്നെ ഞാൻ എന്ന ഭാവം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് കംസൻ്റെ കയ്യിൽ നിന്നും തെന്നിമാറി ആകാശത്ത് 8 തൃക്കൈകളോടുകൂടി ലോകമാതാവിൻ്റെ രൂപത്തിൽ ദർശനം കൊടുക്കുന്നത്. കംസ, നമ്മൾ സാധാരണ പറയുന്നത് എന്നോട് പരാക്രമം വേണ്ട, നിനക്കുള്ള ആൾ ജനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കംസനോടമ്മ പറഞ്ഞത്, നിനക്കുള്ള അന്തകൻ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അനേകമനേകം നാമങ്ങളോടുകൂടി ഇന്നലെ അത് കേട്ടു. ദുർഗേതി ഭദ്രകാളീതി എന്നൊക്കെ കേട്ട് കഴിഞ്ഞു. അങ്ങനെ നാനാരൂപത്തിൽ, നാനാഭാവത്തിൽ, നാനാനാമങ്ങളിൽ ആ അമ്മ എല്ലായിടത്തും പ്രസിദ്ധമായിത്തീർന്നു. കന്യാകുമാരി മുതൽ കാശ്മീരം വരെ പല ഭാവത്തിലും പല രൂപത്തിലും പല നാമത്തിലും ഇന്നും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് ആ അമ്മ സ്ഥിതി ചെയ്യണു. ആ സമയത്ത് കംസൻ വസുദേവരോടും ദേവകിയോടും പറയുന്നു, ദൈവമപി അനൃതം വക്തി. ആകാശഭാഷിതമാണ് ഉണ്ടായത് 8ാമത്തെ സന്താനം കംസ നിന്നെ നശിപ്പിക്കുമെന്നത്. പക്ഷേ ഇപ്പോൾ കംസൻ പറയുന്നു, ദൈവമപി അനൃതം വക്തി. ആകാശഭാഷിതം ഈശ്വരൻ പോലും ഇപ്പോഴും കളവ് പറയാൻ ആരംഭിച്ചിരിക്കുന്നു. മർത്യായേവ കേവലം. മർത്യന്മാർ മാത്രമല്ല, ഇപ്പോൾ ഈശ്വരനും ഇതാ കളവ് പറയാൻ ആരംഭിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വസുദേവരെ ബന്ധനത്തിൽ നിന്നും മുക്തനാക്കി മാറ്റി എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ. അത് കഴിഞ്ഞു കംസൻ തൻ്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു കൂട്ടുന്ന ഒരു രംഗം കാണാം. ആ സമയത്ത് വിഷ്ണുവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കംസൻ തന്നെ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മൂലം ഹി വിഷ്ണുർദേവാനാം യത്ര ധർമ്മസനാതനഃ. കംസൻ അറിയാം, ദേവന്മാരുടെ മൂലമെന്ന് പറയുന്നത് വിഷ്ണുവാണ്. അപ്പോൾ ധർമ്മം വിഷ്ണുവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കംസനിതാ പറഞ്ഞു തരും നമുക്ക്, തൻ്റെ മന്ത്രിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ന മട്ടിൽ. അതുകൊണ്ട് വിഷ്ണുവിന് പ്രീതികരങ്ങളായിരിക്കുന്ന യാഗങ്ങളൊക്കെ മുടക്കാനുള്ള നിർദ്ദേശമൊക്കെ കൊടുത്തുകൊണ്ടാണ് അവിടെ ആ കംസൻ്റെ സഭ അവസാനിക്കുന്നത്. ആ ഭാഗങ്ങളൊക്കെ ചുരുക്കി പറയാം, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായാണ്. അതുകൊണ്ട് അവിടെ ആ അധ്യായത്തിൻ്റെ അവസാനം ഒന്ന് മാത്രം നമുക്കറിയണം. ആയുശ്രിയം യശോധർമ്മം ലോകാനാശിഷ ഏവച ഹന്തി ശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമഃ. പുംസഃ മഹദതിക്രമഃ. ഒരു മനുഷ്യൻ മഹത്തുക്കളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ ആയുഹു, ആയുസ്, ശ്രീ, യശസ്, ധർമ്മം, പുണ്യലോകങ്ങൾ, സർവാനുഗ്രഹം, അതുപോലെ എല്ലാ ശ്രേയസ്സുകളും ഹന്തി. അപ്പോൾ സത്തുക്കളെ, സജ്ജനങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ എല്ലാ നന്മകളും ഇല്ലാതാകുന്നു എന്ന് ഇവിടെ പറഞ്ഞു വച്ചിട്ടുണ്ട്. പഞ്ചമസ്കന്ധത്തിലും പറയുന്നുണ്ട്, ഏവമേവ മഹദഭിചാരാതിക്രമ കാർസ്ന്യേന ആത്മനേ ഫലതി എന്ന് അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. പിറ്റേ ദിവസം രാവിലെയായി എല്ലായിടത്തൊരു സന്തോഷവാർത്ത. യശോദാമ്മ പ്രസവിച്ചു, ഒരാൺകുട്ടിയുണ്ടായി. അതോടുകൂടി പിന്നീട് അവിടെ നടക്കുന്നൊരു ഉത്സവാഘോഷം
ഗോപന്മാരെല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് വെണ്ണയെറിഞ്ഞ് പാലൊഴിച്ച് ആഹ്ലാദിക്കുന്നൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കണം. അന്നു മുതൽ എന്തെന്നില്ലാത്തൊരാനന്ദം അമ്പാടിക്ക്. കാരണം തൻ്റെ ഭർത്താവ് എവിടെയാണോ അവിടെ ഉണ്ടാവും ലക്ഷ്മി ദേവി. അതിമനോഹരങ്ങളായിരിക്കുന്ന ശൈശവ ലീലകളെ കൊണ്ട് ലോകത്തെ മുഴുവൻ ഭഗവാൻ ബന്ധിച്ചില്ലേ. ശ്രീകൃഷ്ണ വിലാസത്തിൽ അദ്ദേഹം പറയും, മുഗ്ധഭാവമധുരേണ രഞ്ജയൻ ശൈശവേന ഹൃദയം വ്രജൗകസാം ഗോകുലേ സവിജഹാര കേശവ ക്ഷീരവാരിനിധിപ്യചിന്തയൻ. ക്ഷീരവാരിധിയെപ്പോലും ഓർക്കാതെയാണ് ഭഗവാൻ ലീലയാടിയത്. അപ്പോൾ അന്നു മുതൽ ആ രമയുടെ ആവാസസ്ഥാനമായി മാറി ആ അമ്പാടി എന്നിങ്ങനെ പറഞ്ഞു വയ്ക്കണം. ആ സമയത്ത് കംസന് കപ്പം കൊടുക്കാൻ വേണ്ടി പോയതും അവിടെ വസുദേവരെ കണ്ട് ആ നന്ദഗോപരുമായിട്ടുള്ള സംഭാഷണവും ആ സമയത്ത് നന്ദഗോപരോട് പറയണു, ചില ഉത്പാദങ്ങൾ, ചില ആപത്തുകൾ ഇതാ ഗോകുലത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന വസുദേവരുടെ വാക്ക് കേട്ട് ഭഗവാനെ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് നന്ദഗോപര് ഗോകുലത്തിലേക്ക് യാത്രയായി എന്ന് ഇവിടെ പറയണം. ഹരിം ജഗാമ ശരണം, ഭഗവാനെ തന്നെയാണ് ആശ്രയം പ്രാപിച്ചത്. ആ സമയത്താണ് ബാലഘാതിനിയായിരിക്കുന്ന പൂതന എല്ലാവരുടെയും ദുഃഖങ്ങൾ രൂപമെടുത്ത് വന്നോ എന്ന മട്ടിൽ നിന്നാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതായത് ദുഃഖം രൂപമെടുത്ത് വന്നാൽ ഏതുപോലെയോ അതുപോലെയാണ് ആ പൂതന ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള പൂതന യോഷിത്വ, ആ പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. യോഷിത്വ എന്നതിന് ശ്രീധരാചാര്യർ പറയും യോഷിതം കരോതി എന്നാണ് ശ്രീധരാചാര്യർ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതായത് സുന്ദരിയല്ലാത്ത പൂതന സുന്ദരിയാക്കി ചമച്ചു എന്നാണ് ആ ഒരൊറ്റ പദത്തിനെ കൊണ്ട് അവിടെ അർത്ഥം പറയേണ്ടതെന്ന് ശ്രീധരാചാര്യസ്വാമികൾ വ്യാഖ്യാനിക്കുന്നു. യോഷിത്വാ മായയാ. അപ്പോൾ സുന്ദരിയല്ലാത്ത പൂതന സുന്ദരിയാക്കി ചമച്ചുകൊണ്ടാണ് ഈ നന്ദഗോകുലത്തിലേക്ക് വന്നത്. അങ്ങനെയുള്ള ആ പൂതനയെ കണ്ട് എല്ലാവരും ലക്ഷ്മി ദേവിയാണെന്ന് വിചാരിച്ചു എന്നും ഒക്കെ കാണാൻ നമുക്ക് ഭാഗവതത്തിൽ. പക്ഷേ ഭഗവാൻ തൻ്റെ ആ ദയാർദ്രമായിരിക്കുന്ന നോട്ടങ്ങൾ, കരുണാ കടാക്ഷങ്ങൾ കൊടുക്കേണ്ടെന്ന മട്ടിലായിരിക്കാം ഒന്ന് കണ്ണങ്ങടച്ചു. തൻ്റെ ആ സ്ഥലങ്ങളിൽ പുരട്ടിയ വിഷം അത് ഭഗവാന് കൊടുക്കാൻ തുടങ്ങിയെന്ന് കാണാം. തസ്മിൻ സ്തനം ദുർജരവീര്യമുൽബണം ഘോരാംഗമാദായ ശിശോർദദാവധ ഗാഠം കരാഭ്യാം ഭഗവാൻ പ്രപീഡ്യതത് പ്രാണൈ സമം രോഷസമന്വിതോ പിബത്. പ്രാണൈ സമം രോഷസമന്വിത. ഭഗവാന് ക്രുദ്ധനായ മട്ടിലാണ് ആ പൂതനയുടെ പ്രാണങ്ങളോടുകൂടി അതങ്ങോട്ട് വലിച്ചു കുടിക്കാൻ തുടങ്ങിയത്. മറ്റ് ശ്രീകൃഷ്ണ വിലാസകാവ്യത്തിൽ പറയും, ഈ പൂതനയുടെ സ്തനം കണ്ടപ്പോൾ ഭഗവാന് തോന്നിയത്രേ, എൻ്റെ പാഞ്ചജന്യം ആരാ ഇവിടെ കൊണ്ടുവച്ചത് എന്ന് തോന്നിയതാണ്. അതുകൊണ്ട് ആ പാഞ്ചജന്യം ഇവ പൂതനാസ്തനം പാണിപല്ലവയുഗേന പീഡയൻ എന്നവിടെ കാണാം. അപ്പോൾ പാഞ്ചജന്യം വിളിക്കും പോലെയാണ് ഭഗവാന് തോന്നിയതത്രേ ആ പൂതനയുടെ അമ്മിഞ്ഞ കുടിക്കുന്ന സമയത്ത്. അപ്പോൾ അതിൽ നിന്നും ആ എല്ലാ പ്രാണങ്ങളെയും അങ്ങോട്ട് വലിച്ചെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് മുഞ്ചാലമിതി പ്രഭാഷിണി, വിടൂ 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 എന്നിങ്ങനെ കേൾക്കാൻ തുടങ്ങി. അവസാനം ഒരു വലിയ വൃക്ഷം എങ്ങനെയാണോ താഴെ വീഴുന്നത് അതുപോലെ വീണു. ഇതൊക്കെ നമുക്കറിയണ ഭാഗങ്ങളായതുകൊണ്ടാണ് ചുരുക്കുന്നത് കേട്ടോ, കുറച്ചും കൂടെ അങ്ങോട്ട് പോകണ്ടേ. ആ സമയത്താണ് ഗോപികമാരെല്ലാവരും വന്ന് നോക്കി ഭഗവാനെ കാണാനില്ല. അവസാനം പൂതനയുടെ ദേഹത്തു നിന്നും ഭഗവാനെ കൊണ്ടുവന്ന് രക്ഷാം വിദധിരേ സമ്യക് ഗോപുച്ഛഭ്രമണാദിഭി, ഭഗവാന്റെ അടുത്ത് വന്നു കൂട്ടിക്കൊണ്ടുവന്നു. അതിനുശേഷം പശുവിനെ കൊണ്ട് ആ പശുവിൻ്റെ വാലിനെ കൊണ്ടിങ്ങനെ ചുറ്റിച്ചു. അതിനുശേഷം ഗോമൂത്രം കൊണ്ടൊന്ന് കുളിപ്പിച്ചു, ഭസ്മം തൊടിയിച്ചു. എന്നിട്ട് ഭഗവാന്റെ നാമങ്ങളെ കൊണ്ടുള്ളൊരു ജപമാണ് അവിടെ ഉണ്ടായത്. ബീജന്യാസമകുറുവത എന്നാണ് അവിടെ ഭാഗവതം പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് തോന്നും എന്താ ഈ ബീജന്യാസം അകുർവത എന്ന് പറയാൻ കാരണം. പക്ഷെ അടുത്ത ശ്ലോകം മുതലും ഒരു മന്ത്രം പോലെയുള്ള സാധനമാണ് അവ്യാതയോഘ്രിമണി മാംസ്തവജാന്വധോരു. പക്ഷേ ഇതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതോ ബീജന്യാസം അകുർവത. അപ്പോൾ ബീജന്യാസം എന്ന് പറയുന്നത് സാധാരണയായിട്ട് മന്ത്രങ്ങൾക്കാണ് പതിവേ. പക്ഷേ എന്താണ് ഈ വരുന്ന ബാലരക്ഷാ മന്ത്രവും ഈ ബീജന്യാസവും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ ആചാര്യന്മാർ പറയും ഈ ബാലരക്ഷാ മന്ത്രത്തിൻ്റെ ആ ഗ്രഥന രീതി, അതായത് വ്യാസഭഗവാൻ അല്ലെങ്കിൽ ശ്രീശുക ബ്രഹ്മർഷി ഈ ബാലരക്ഷാ മന്ത്രത്തെ എങ്ങനെയാണ് എഴുതിയത് എന്നൊന്ന് നമുക്ക് നോക്കിയാൽ ശരിയായ ബീജന്യാസമാണത് എന്ന് പറയും. കാരണം സാധാരണയായിട്ട് കുട്ടികളുടെ ബാലരക്ഷയെ ചെയ്യുന്ന ബീജന്യാസം അമ്മിലങ്ങോട്ട് തുടങ്ങുന്നതാണ്. നോക്കൂ, അവ്യാത് അം എന്ന വർണ്ണത്തിലാണ്. അതായത് അതിന് വലിയ മന്ത്രമാണ് കേട്ടോ, കുറേ ഉണ്ട് പറയാൻ. ആ അം എന്ന മന്ത്രത്തിലങ്ങ് ബീജന്യാസത്തിൽ തുടങ്ങും. അവ്യാത് അജഹ. അപ്പോൾ ആ ഭഗവാൻ രക്ഷിക്കണം. ആര് രക്ഷിക്കണം? അംഘ്രി. ആ കാലിൻ്റെ ഭാഗങ്ങൾ, കാൽപാദങ്ങളൊക്കെ അതിൽ വരും. മണിമാം സ്തവജാനു. അടുത്ത ബീജം മംന്നാണ്. അന്ന് കഴിഞ്ഞാൽ അടുത്ത ബീജം മമ്മാണ് ബാലരക്ഷാ മന്ത്രത്തിലുള്ളത്. ഇവിടെ നോക്കൂ, മണിമാൻ. ആ മ എന്ന ശബ്ദം അവിടെ വെച്ചിട്ടുണ്ട്. മണിമാം സ്തവ ജാനു. കൗസ്തുഭമണി ധരിച്ച ഭഗവാൻ നിൻ്റെ ജാനുവിനെ, ആ മുട്ടുകളെ രക്ഷിക്കട്ടെ. ഊരു യജ്ഞ. യം എന്നാണ് അടുത്ത ബീജം. നോക്കൂ, യജ്ഞ യം എന്ന് പറയുന്ന ബീജത്തിലാണ് യജ്ഞൻ എന്ന പേര് ഭഗവാൻ തുടങ്ങിയത്. അപ്പോൾ നിൻ്റെ ഊരുക്കളെ യജ്ഞൻ എന്ന് പറയുന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. അച്യുത കടിതടം. വീണ്ടും അം എന്ന ബീജാക്ഷരം. അച്യുത കടിതടം. നിൻ്റെ അരക്കെട്ടിനെ ആ അച്യുതൻ രക്ഷിക്കട്ടെ. ജഠരം ഹയാസ്യ. ഹം എന്ന ബീജാക്ഷരം ഹയാസ്യ. അപ്പോൾ നോക്കൂ, ആ എത്ര മനോഹരമാണ് ആ ബാലരക്ഷാമന്ത്രത്തിൻ്റെ ശക്തി എന്ന് ആലോചിച്ച് നോക്കൂ. ഏത് ബാലരക്ഷാമന്ത്രത്തെയാണോ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ആ മന്ത്രത്തിൻ്റെ ബീജങ്ങൾ മുഴുവൻ ഓരോ അക്ഷരത്തിലും ഈ ഭാഗത്ത് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ കാണാൻ സാധിക്കണം. അവിടെയാണ് ജഠരം ഹയാസ്യ ഹൃത് കേശവ കം എന്ന ബീജാക്ഷരം അവിടെ കാണാം. നിൻ്റെ ഹൃദയത്തെ കേശവൻ. ത്വതുര ഈശ ഈം എന്ന ബീജാക്ഷരം കാണാൻ സാധിക്കും. നിൻ്റെ ഉരസിനെ ഈശൻ രക്ഷിക്കട്ടെ. ഈനസ്തു കണ്ഠം. സൂര്യനാരായണൻ നിൻ്റെ കണ്ഠത്തെ രക്ഷിക്കട്ടെ. ഇം എന്ന ബീജാക്ഷരം അവിടെ കാണാം. വിഷ്ണു ഭുജം. വിം എന്ന ബീജാക്ഷരം അവിടെ കാണാൻ സാധിക്കും. വിഷ്ണു ഭുജം. നിൻ്റെ ഭുജത്തെ വിഷ്ണു രക്ഷിക്കട്ടെ. മുഖം ഉരുക്രമ. ഓം എന്ന ബീജാക്ഷരമാണ് ഉരുക്രമ എന്ന ആ പേരിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. നിൻ്റെ മുഖത്തെ ആ ഉരുക്രമനായിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. പിന്നെയും ഈശ്വര കം. വീണ്ടും ഈം എന്ന ബീജാക്ഷരം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വേദമന്ത്രം തന്നെയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് വേദം തന്നെയാണ്, അല്ലെങ്കിൽ വേദസാരമാണ് എന്ന് പറയും. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഓരോന്നിലൂടെയും ഇതുപോലെയുള്ള ബീജന്യാസങ്ങൾ കാണാൻ സാധിക്കണം. അതിനുശേഷമാണ് ചക്രി അഗ്രത. നിൻ്റെ മുൻഭാഗത്തെ ചക്രിയായിരിക്കണ ഭഗവാൻ രക്ഷിക്കണേ. സഹഗതോ ഹരിരസ്തു പശ്ചാത്. നിൻ്റെ പിന്നിലെ ഗതയോടുകൂടിയ ആ ഹരി രക്ഷിക്കണേ. ത്വത്പാർശ്വയോധൻ രസീ മധുഹാജനശ്ച. നിൻ്റെ രണ്ട് ഭാഗങ്ങളെ ആര് രക്ഷിക്കണം? ധനുസ്സും അസിയും ധരിച്ച മധുഹാജന. രണ്ട് ഭഗവാന്മാരായിട്ടുള്ള ആ രൂപത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. കോണേഷു ശംഖ ഒരു കായ. നിൻ്റെ കോണുകൾ എല്ലാ ഭാഗത്ത് 4 കോണുകളായിട്ട് ആ ശംഖ് ധരിച്ച ആ ഉരുകായൻ സൽകീർത്തിമാനായിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഉപരി ഉപേന്ദ്ര. ആ ഉപേന്ദ്രനായിരിക്കുന്ന ഭഗവാൻ നിൻ്റെ മുകൾ ഭാഗത്ത് രക്ഷിക്കണേ. താക്ഷ്യ ക്ഷിതൗ. ആ താക്ഷ്യൻ ഗരുഡ ഭഗവാൻ നിൻ്റെ കാൽഭാഗ ആ ഭൂമി ഭാഗത്തെ രക്ഷിക്കണേ. ഹലധര സമന്താത്. ഹലധരനായിരിക്കുന്ന പുരുഷൻ നിൻ്റെ ചുറ്റിനെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഇന്ദ്രിയാണി ഹൃഷീകേശ. ഓരോന്നിനും അതിൻ്റെ അർത്ഥവും പറയണം വിസ്തരിച്ചിട്ടുണ്ടെങ്കിൽ. ഹൃഷീകേശൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ദ്രിയത്തിൻ്റെ അധിപന.
അപ്പോൾ നിൻ്റെ ഇന്ദ്രിയങ്ങൾ രക്ഷിക്കേണ്ടത് ആ ഹൃഷീകേശനാണെന്ന് പ്രാർത്ഥിച്ചു. പ്രാണാൻ നാരായണോവതു, നിൻ്റെ പ്രാണങ്ങളെ ആ നാരായണൻ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ശ്വേതദ്വീപപതിശ്ചിത്തം, നിൻ്റെ ചിത്തത്തെ ആ ശ്വേതദ്വീപപതിയായിരിക്കുന്ന ഭഗവാൻ മനഃ യോഗേശ്വര അവതു, നിൻ്റെ മനസ്സിനെ യോഗേശ്വരനായിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. വൃഷ്ണിഗർഭസ്തുതേ ബുദ്ധി, അതായത് നമ്മൾ പറയുന്ന സാധാരണ മനസ്സ് എന്നും അഹങ്കാരം എന്നും ചിത്തം എന്നൊക്കെ പറയാറുണ്ട്. ഓരോന്നിനെയും ഇവിടെ എടുത്ത് പറഞ്ഞ് ചതുർവ്യൂഹങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ആ ചതുർവ്യൂഹങ്ങളെ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിയെ രക്ഷിക്കണേ. ആത്മാനം ഭഗവാൻ പര ക്രീഡന്തം പാതു ഗോവിന്ദ, കളിക്കുമ്പോൾ ഗോവിന്ദൻ രക്ഷിക്കണേ. ശയാനം പാതു മാധവ, കിടക്കുന്ന സമയത്ത് മാധവൻ രക്ഷിക്കണേ. വ്രജന്തമവ്യാ വൈകുണ്ഠ, നീ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ വൈകുണ്ഠൻ രക്ഷിക്കണേ. ആസീനം ത്വാം ശ്രീയഃപതി, ആ ശ്രീപതിയായിരിക്കുന്ന ഭഗവാൻ നീ ഇരിക്കുന്ന സമയത്ത് രക്ഷിക്കണേ. ഭുഞ്ചാനം യജ്ഞഭുഗ്ഭാതോ, ആ യജ്ഞഭുക്കായിരിക്കുന്ന ഭഗവാൻ നിൻ്റെ ഭക്ഷണത്തിൽ എന്തെങ്കിലും ദോഷം വന്നാൽ അവിടെ രക്ഷിക്കാനുണ്ടാവണേ. അദ്ദേഹം എങ്ങനെയാ സർവഗ്രഹ ഭയങ്കര. പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന പലതരത്തിലുള്ള മറ്റ് ഭൂതങ്ങൾ, അതുപോലെ മറ്റ് ദുർദേവതകൾ, ഇവരൊക്കെ എന്ത് വേണം ചോദിച്ചാൽ ഇവിടെ പറയുന്നു സർവേ നശ്യന്തു തേ വിഷ്ണോ നാമഗ്രഹണ ഭീരവ. ഭഗവാന്റെ ആ നാമങ്ങളെ ഒന്ന് കേൾക്കുമ്പോഴേക്കും എല്ലാ തരത്തിലുള്ള ദ്രോഹങ്ങളും എല്ലാ തരത്തിലുള്ള പീഡകളും ഇല്ലാണ്ടാവുക. കാരണം ഭഗവാന്റെ നാമമുണ്ടോ അവിടെ ഒന്നും അടുക്കില്ല. ഭഗവാന്റെ നാമത്തിനോട് പേടിയാണ് എല്ലാവർക്കും എന്നിവിടെ മനസ്സിലാക്കി തരണം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു രക്ഷയാണിത്, ബാലരക്ഷ. പണ്ട് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു, വേറൊരു രീതിയിലായിരുന്നു പാടുന്നേ ഉള്ളൂ. മൂലോക പാലകൻ എൻ പൈതൽ തന്നൂടെ മൗലിയെ പാലിച്ചു കൊള്ളേണമേ എന്നിങ്ങനെ പണ്ട് പാടുന്നൊരു രീതി ഉണ്ടായിരുന്നു നമുക്ക് മലയാളത്തിൽ. അത് ഇന്ന് ആർക്കും അറിയുണ്ടാവില്ല, ഇവിടെ ഇരിക്കുന്നവർക്ക് ഉണ്ടാവുമായിരിക്കും കേട്ടോ. എന്നാലും പണ്ട് ആ രീതി ഉണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ വേറൊരു രൂപം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ആ ഭഗവാന്റെ നാമത്തെ കൊണ്ട് രക്ഷയെ ചെയ്തു. അവസാനം പൂതനയുടെ ശരീരം വെട്ടിനുറുക്കി കൊണ്ടുപോയി ദഹിപ്പിച്ച സമയത്ത് നല്ല സുഗന്ധമായിരുന്നു വന്നത് എന്ന് പറയും. മേൽപ്പത്തൂർ പറയും മദംഗസംഗസ്യ ഫലം ന ദൂരേ ക്ഷണേന താവത് ഭവതാമപി സ്യാത്. ഭഗവാനോട് ചേർന്നാൽ പിന്നെ സുഗന്ധമല്ലാതെ എങ്ങനെയാണ് ദുർഗന്ധം ഉണ്ടാവുക? അത് ഗോപികമാർക്കായാലും ഗോപന്മാർക്കായാലും ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നിതാ കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ പൂതനിക്ക് പോലും ഭഗവാൻ ജനനീഗതിം, ആ അമ്മയുടെ സ്ഥാനത്തെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ ശ്രീ ശുകബ്രഹ്മർഷി പറയണു ഭഗവാൻ ദേവകീപുത്ര കൈവല്യാദ്യഖിലപ്രദ. ആ ദേവകീപുത്രൻ, അതായത് അത്രയേറെ ക്രോധത്തോടു കൂടിയിട്ട് അമ്മിഞ്ഞപ്പാൽ കൊടുത്ത പൂതനിക്ക് പോലും അമ്മയുടെ സ്ഥാനം കൊടുത്താൽ സ്നേഹത്തോടുകൂടി ഭഗവാൻ അമ്മിഞ്ഞ കൊടുക്കുന്ന പശുക്കൾ, അതുപോലെ ഗോപികമാർ, അവർക്കൊക്കെ എന്ത് സ്ഥാനത്തെയാണ് ഭഗവാൻ കൊടുക്കാത്തത്? അതുകൊണ്ട് ഭഗവാൻ എല്ലാ കൈവല്യാദ്യഖിലപ്രദ, അഖിലം എന്നവിടെ വെച്ചിട്ടുണ്ട്. കൈവല്യം മാത്രമല്ല, എല്ലാം ഭഗവാനാണ് നമുക്ക് തരുന്നത് എന്നിവിടെ മനസ്സിലാക്കി തരുന്നു. അങ്ങനെയുള്ള ആ പൂതന മോക്ഷകഥ ഒന്ന് അനുസ്മരിച്ചു എന്ന് മാത്രം. പിന്നീട് ഭഗവാന്റെ പക്കപ്പിറന്നാളിനുണ്ടായ ചില കഥാഭാഗങ്ങൾ, ശകടാസുരൻ, അതുപോലെ തൃണാവർത്തൻ തുടങ്ങിയവർക്കൊക്കെ ഭഗവാൻ കൊടുത്ത ആ അനുഗ്രഹം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നീട് ഭഗവാന്റെ നാമകരണമാണ് ഒന്ന് അനുസ്മരിക്കുന്നത്. ഗർഗ മഹർഷി നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു. നന്ദഗോപർ പറഞ്ഞു എൻ്റെ ഉണ്ണികൾക്ക് നാമകരണം ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഗർഗ മഹർഷി പറഞ്ഞു ഞാൻ യദുക്കളുടെ യാദവന്മാരുടെ ആചാര്യനാണ്, ഞാൻ ഇവിടെ വന്ന് രഹസ്യമായിട്ട് അങ്ങയുടെ കുട്ടികൾക്ക് പേരിട്ടു എന്നറിഞ്ഞാൽ കംസൻ അല്ലെങ്കിൽ തന്നെ സംശയമുണ്ട്. ദേവകിയുടെ 8ാമത്തേത് ഒരു പെണ്ണായിരിക്കാൻ സാധ്യതയില്ല എന്ന് സംശയം നേരത്തെ ഉണ്ട്.
ഇനി ഇതും കൂടെ അറിഞ്ഞാൽ ആ സംശയം കൂടും, അത് ഈ കുട്ടികൾക്ക് ദോഷമായി മാറില്ലേ എന്ന് ഒരു സംശയം വന്നപ്പോഴാണ് തൊഴുത്തിൽ വെച്ചിട്ട് പേരിടാൻ ആരംഭിച്ചത് എന്ന് ഇവിടെ പറയണു. അങ്ങനെയാണ് ആ മൂത്ത ഉണ്ണിയെ അയം ഹി രോഹിണീ പുത്ര, അങ്ങനെ ഗർഗമഹർഷി ബലരാമസ്വാമിയെ മടിയിലേക്ക് അങ്ങ്, ആ മൂത്താൾ മടിയിലേക്ക് അങ്ങ് ഇരുത്തിയിട്ട് ഇങ്ങനെ ചിന്തിച്ചു എന്നാണ് എന്താ പേരിടേണ്ടത്. കാരണം അദ്ദേഹത്തിന് പേരിടണമെങ്കിൽ വലിയ കഷ്ടമാണ്. ഉള്ളിൽ കണ്ടിട്ടുണ്ടാവും ഗർഗമഹർഷി ആ ശരിയായ സ്വരൂപം. പറഞ്ഞു അയം ഹി രോഹിണീ പുത്രോ രമയൻ സുഹൃദോ ഗുണൈഹി, ഈ രോഹിണീപുത്രൻ രമയൻ സുഹൃദോ ഗുണൈഹി, സുഹൃത്തുക്കളെ ഗുണങ്ങളെ കൊണ്ട് രമിപ്പിക്കുന്നവനാണ്. രമിപ്പിക്കുന്ന ആയിക്കൊണ്ട് രമയെന്നാണ് പ്രയോഗിച്ചത്, രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. എപ്പോഴും രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ ബലരാമസ്വാമി. അതുകൊണ്ട് ആഖ്യാസ്യതേ രാമ, രമയതീതി രാമ എന്ന് സാധാരണ വ്യാഖ്യാനിക്കാറുണ്ട്. അല്ലെങ്കിൽ രമന്തേ അസ്മിൻ യോഗിനഃ ഇതി രാമ, രണ്ടും പറയാം. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവൻ എന്നർത്ഥവും പറയാം. അല്ലെങ്കിൽ യോഗീശ്വരന്മാർ ഇവനിൽ ആനന്ദിക്കുന്നു, അതായത് ഭഗവാനിൽ ബലരാമസ്വാമിയിൽ ആനന്ദിക്കുന്നു എന്നും നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ആ ബലാധിക്യാത്, അത്യധികം ബലശാലിയായതുകൊണ്ട് ബലം വിദു എന്നും പറയാം. മാത്രമല്ല ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ യാദവന്മാരെയും ചേർത്തു നിർത്തുന്നുണ്ട് സംഘർഷണം മുശന്ത്യുത, സംഘർഷണൻ എന്ന പേരും ഇദ്ദേഹത്തിന് കൊടുത്തു. ബ്രഹ്മവിവർത്ത പുരാണത്തിൽ ഇവിടെ ഈ ഭാഗത്ത് ബലരാമസ്വാമിയുടെ നാമം മുഴുവൻ ചൊല്ലുന്നുണ്ട് ഗർഗമഹർഷി. 108ഓളം നാമങ്ങൾ ഈ ഒരു 3 വരിക്ക് പകരം ബ്രഹ്മവിവർത്ത പുരാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഭഗവാൻ നാമകരണ സമയത്ത്. അതിനുശേഷമാണ് അടുത്ത ആളെ എടുത്തത്. അദ്ദേഹത്തെ മടിയിലിരുത്തിയപ്പോഴേക്കും എന്തെന്നില്ലാത്തൊരാനന്ദം ഗർഗമഹർഷിക്കുണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് എല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം പറയാൻ തുടങ്ങിയത് ആസൻ വർണ്ണാസ്ത്രയോഹ്യസ്യ ഗൃഹ്ണതോനുയുഗം തനൂഃ. അനുയുഗം, ഓരോ യുഗത്തിലും ഇദ്ദേഹം ഓരോ ശരീരം സ്വീകരിച്ചിട്ടുണ്ട്. അത് 3 വർണ്ണങ്ങളോടുകൂടിയാണ്. ശുക്ലവർണ്ണം, രക്തവർണ്ണം, പീതവർണ്ണം, ഇപ്പോഴിതാ കൃഷ്ണവർണ്ണമായിരിക്കുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഗർഗമഹർഷിക്ക് മനസ്സിലായി തൻ്റെ മടിയിൽ കിടക്കുന്നത് ആരാണ്, ആ ലോകനാഥനാണ് തൻ്റെ മടിയിൽ കൈകാലിട്ടടിച്ച് കിടക്കുന്നതെന്ന് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദം കൊണ്ടിതാ പറയാൻ തുടങ്ങി. പിന്നെയും പറഞ്ഞു മുൻപ് വസുദേവൻ്റെ മകനായിട്ട് ഇദ്ദേഹം അവതരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവസാനം ഒന്ന് മാത്രം പറഞ്ഞു, അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാം. നാരായണ സമഃ, നാരായണ സമനാണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്, കർമ്മങ്ങളെക്കുറിച്ച്, രൂപങ്ങളെക്കുറിച്ചൊന്നും ആർക്കും മനസ്സിലാവണില്ല എന്നൊക്കെ ഇവിടെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവനെ ആശ്രയിച്ചാൽ എല്ലാ ദുഃഖങ്ങളെയും സർവദുർഗാണി യൂയമഞ്ജസ്തരിഷ്യത, എല്ലാ തരത്തിലുള്ള ദുർഗങ്ങളും എല്ലാ തരത്തിലുള്ള സങ്കടങ്ങൾ, കോട്ടകൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത് കോട്ടയാ? ദുഃഖങ്ങളായാലും ശരിയൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ യൂയം മഞ്ജസ്തരിഷ്യഥ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തരണം ചെയ്യാൻ സാധിക്കണോ ഇദ്ദേഹത്തെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇങ്ങനെ ആ ഭഗവാന്റെ നാമത്തെ കൃഷ്ണതാംഗത എന്ന് പറഞ്ഞുകൊണ്ട് ആ കൃഷ്ണ എന്ന ശബ്ദം അവിടെ വെച്ചു. കൃഷിർഭൂവാചക ശബ്ദ നശ്ചാനന്ദസ്യ വാചക എന്ന് പറയാറുണ്ട്. അതായത് ഭൂവാചക എന്ന് പറഞ്ഞ സത്ത എന്ന അർത്ഥത്തിൽ നമുക്ക് കൃഷിധാതു സംസ്കൃതത്തിൽ ഉപയോഗിക്കാറുണ്ട്. ന എന്ന ശബ്ദത്തിന് ആനന്ദം എന്ന അർത്ഥം പറയാറുണ്ട്. സത്താനന്ദം, സത്താനന്ദം എന്ന് പറഞ്ഞാൽ എന്താ? സാന്ദ്രാനന്ദം തന്നെയാണ്. ആ സാന്ദ്രാനന്ദം എവിടെയാണ് ഉള്ളത്? എവിടെയും എന്താ സംശയമില്ല, ഇവിടെ തന്നെയാണ് ഉള്ളത്. തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനം. ആ സാന്ദ്രാനന്ദ സ്വരൂപിയുടെ മുമ്പിലിരുന്നു കൊണ്ടാണ് നമ്മൾ സത്താനന്ദത്തെക്കുറിച്ച് പറയണത്. അപ്പോൾ അത് ഭാഗ്യല്ലേ? അതാണ് കൃഷിർഭൂവാചക ശബ്ദോ നശ്ചാനന്ദസ്യ വാചക. അതുകൊണ്ട് ആ കൃഷിന എന്ന് ചേർക്കുമ്പോൾ ബ്രഹ്മവിവർത്ത പുരാണത്തിൽ
10ഓളം നിർവചനങ്ങളാണ് ഒരൊറ്റ ശബ്ദത്തിന്, കൃഷ്ണ എന്ന ശബ്ദത്തിന് വ്യാഖ്യാനിക്കുന്നത്. സർവബീജം എന്നാണ് അവിടെ പറയുന്നത്. കൃഷി സർവവചന നസ്തു ബീജവാചക. സർവബീജം, സർവത്തിൻ്റെയും ബീജം. അതെവിടുന്ന് കിട്ടും? നമുക്ക് അക്രൂരസ്തുതിയിൽ നിന്നും കിട്ടും. സർവകാരണകാരണം. അതുപോലെ ക് ഋ ഷ് ന് ആ എന്ന ഓരോ പദവും എടുത്തുകൊണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയൊക്കെ ചേർത്തുള്ള ചൈതന്യം എന്ന് ബ്രഹ്മവിവർത്ത പുരാണത്തിൽ പറയണു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആ സർവപ്രപഞ്ചത്തിൻ്റെയും നാഥനാണ് കൃഷ്ണൻ എന്നൊരൊറ്റ പദം കൊണ്ട് നമുക്കിതാ ശ്രീമദ് ഭാഗവതം, അതുകൊണ്ടാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ കൃഷ്ണ എന്ന നാമം നമുക്ക് എളുപ്പത്തിൽ എന്താണ്, എല്ലാവരെയും ആകർഷിക്കുന്നവൻ എന്ന് സാമാന്യാർത്ഥം നമുക്കറിയാം അല്ലേ. കർഷതീതി കൃഷ്ണ, അത് സംശയമില്ല. നമ്മുടെയൊക്കെ മനസ്സിനെ പിടിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിനല്ലേ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ആ കൃഷ്ണ എന്ന ശബ്ദത്തിൻ്റെ മഹത്വം നമ്മളൊന്നറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആ നാമമാണ് ഭഗവാന് ഗർഗമഹർഷി നൽകിയത്. എന്നാൽ ഈ കൃഷ്ണൻ എന്ന നാമം ഗർഗമഹർഷി നൽകിയതിന് ശേഷം മാത്രം ഉണ്ടായതെന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് നരസിംഹാവതാരത്തിൽ കേൾക്കാം, കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ എന്ന് നമുക്കവിടെയും ഭഗവാന്റെ നാമത്തിൽ ഇത് കേൾക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇത് ഭഗവാന്റെ നാമം ഗർഗമഹർഷി ഒന്നും കൂടി ഉറപ്പിച്ചുവെന്നേ പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഭഗവാനാണ് പിന്നീട് രണ്ടുപേരും കൂടിയുള്ള ആ ബാലലീലകളെ ആരംഭിച്ചത്. താവംഘ്രിയുഗ്മമനുകൃഷ്യ സരീസൃപന്തൗ, അങ്ങനെ അവരങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു രംഗം. പാണിഭ്യാം ലിംഗമാണോ വിജഹ്രതു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്ന രംഗവും, ആ സമയത്ത് എല്ലാ ലോകരും അവരെ കാണുമ്പോൾ പേടിച്ചരണ്ട മട്ടിൽ ഓടി വന്ന് അമ്മമാരുടെ മടിയിലിരിക്കുന്ന രംഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരെയും ആനന്ദത്തിലേക്ക് ആറാടിക്കാനുള്ള ഭഗവാന്റെ ആരംഭം. അങ്ങനെയാണ് സ്തനം ദത്വ, ആ അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ ചെറിയ പല്ലുകളങ്ങനെ കാണാൻ സാധിക്കുന്നത്. മുഗ്ധസ്പിത അൽപദശനം യയതുഃപ്രമോദം, അങ്ങനെ അത്യധികം സന്തോഷത്തെ അനുഭവിക്കുന്ന ആ യശോദാമ്മയെ നമുക്ക് ഒന്ന് കാണിച്ചു തന്നു. ഇങ്ങനെ അവർ വലുതായി നടക്കാൻ ആരംഭിച്ചപ്പോൾ കിങ്കിണികിണിരഭസൈ അങ്കണഭുവി സദാഡന്തം കുങ്കുണുകുണു പദയുഗളം കങ്കണഭൂഷണം ഹരിം വന്ദേ. നമുക്ക് ആ സാക്ഷാൽ ലീലാ എന്താ പറയുക, വില്വമംഗലം സ്വാമിയാർ അദ്ദേഹം പാടിത്തന്നതാണ്. ഭഗവാന്റെ നടപ്പിനെ അദ്ദേഹം കണ്ടിട്ടുണ്ടാവാം, ആ ഭഗവാന്റെ പാദസരത്തിൻ്റെ ശബ്ദത്തെ അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ടാവാം. കിങ്കിണി കിണി കിണി, നല്ല ഭഗവാന്റെ ആ കിണികിണി ശബ്ദമുണ്ടാക്കുന്ന രഭസൈഹി അങ്കണഭുവി സദാനന്ദം കുങ്കുണുകുണു പദയുഗളം, ആ പാദസരത്തിൻ്റെ ശബ്ദം. അങ്ങനെയുള്ള കങ്കണഭൂഷണം ഹരിം വന്ദേ, ആ കങ്കണങ്ങൾ കൈവളകളക്കണിഞ്ഞ ആ ഭഗവാനെ നമസ്കരിക്കണു. അപ്പോൾ ഇങ്ങനെയുള്ള ആ വളകളും അതുപോലെ ചിലങ്കയും അരഞ്ഞാണവും ഒക്കെ ധരിച്ച ആ ഭഗവാനും അതുപോലെ ബലരാമസ്വാമിയും കൂടിയുള്ള പിന്നീടുള്ള അവരുടെ ആ ഒരു ലീലകൾ. വത്സാൻ മുഞ്ചൻ ക്വചിത സമയേ ക്രോശസഞ്ജാതഹാസ സ്തേയം സ്വാദ്യത്യഥ ദധിപയ കൽപ്പിതൈസ്തേയയോഗൈ മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സചയന്നാത്തി ഭാണ്ഡം ഭിനത്തി ദ്രവ്യാലാഭേ സഗൃഹകുപിതോ യാത്യപക്രോശ്യ തോകാൻ. വത്സാൻ മുഞ്ചൻ, രാത്രിയാണെങ്കിൽ അവിടെയുള്ള പശുക്കുട്ടികളൊക്കെ അഴിച്ചുവിടും ഭഗവാൻ എന്നാണ്. എന്തിനാന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലൊക്കെ ഓരോ രഹസ്യം ഉണ്ടായിരുന്നു. കാരണം ഗോപികമാർ പശുവിൻ്റെ പാല് മുഴുവൻ കറന്നെടുക്കുമായിരുന്നു അത്രേ. കുട്ടികൾക്കൊന്നും കിട്ടാറില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാന് തോന്നി അത് വേണ്ട. കാരണം പശുക്കുട്ടിക്ക് ഉള്ള പാല് ബാക്കി വെച്ചിട്ട് വേണം കറന്നെടുക്കാൻ. പക്ഷേ അതൊന്നുമല്ല ചെയ്യാന്ന് കണ്ടപ്പോഴാണ് അത്രേ ഈ
ഭഗവാൻ ഈ ഗോപികമാരുടെ വീട്ടിൽ പോയിട്ട് വത്സാൻ മുഞ്ചൻ ക്വചിത സമയേ ക്രോശ സഞ്ജാതഹാസ, ചിലപ്പോൾ അരുത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഭഗവാൻ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കുന്നതാണ്. സ്ത്വേയം സ്വാദ്വത്യഥ ദധിപയ കൽപ്പിതൈ സ്തേയയോഗൈ. സ്തേയയോഗൈ ഭഗവാന്റെ ചില വിക്രിയകളാണതേ. അതായത് ചില ആൾക്കാർ പറയാറുണ്ട് കർമ്മയോഗമെന്നും അതുപോലെ സാഖ്യയോഗം എന്നൊക്കെ പറയാറുണ്ട് പണ്ട്. ഇതിലൊന്നും ഭഗവാനെ നമുക്ക് നേടാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത യോഗമാണത്രേ സ്തേയയോഗം. കട്ടെടുക്കുക, അതായത് നമ്മുടെ മനസ്സിനെ കട്ടെടുക്കുക. അല്ലാതെ ഇപ്പോൾ സാഖ്യയോഗം പഠിച്ചു അല്ലെങ്കിൽ കർമ്മയോഗം പഠിച്ചു, എന്തോ ധ്യാനം പഠിച്ചു എന്നൊക്കെ പറയും. പക്ഷെ എന്നിട്ട് നമ്മുടെ മനസ്സ് ഭഗവാനിലെത്തിയില്ലെങ്കിൽ ഗുരുവായൂരപ്പ എൻ്റെ മനസ്സിനൊന്ന് കട്ടെടുക്കണേ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അദ്ദേഹത്താൽ ഉണ്ടാക്കപ്പെട്ട ചില വികൃതികളാ കൽപ്പിത ഈ സ്തേയയോഗൈ. അങ്ങനെയുള്ള ആ സ്തേയയോഗം കൊണ്ട് ചിലപ്പോൾ അദ്ദേഹം അവിടെയുള്ള പാലും തൈരും ഒക്കെ അത്തി കഴിക്കും. മർക്കാൻ ഭോക്ഷ്യൻ. മർക്കാൻ ഭോക്ഷ്യൻ, മർക്ക ശബ്ദത്തിന് രണ്ടർത്ഥങ്ങളുണ്ടെന്ന് പറയും. ഒന്ന് പൂച്ച, മറ്റൊന്ന് ശ്രീധരാചാര്യ പറയും മർക്കോ മർക്കട എന്ന് പറയും. അപ്പോൾ ചോദിക്കാം ഈ മർക്കട, അപ്പോൾ ടകാരം എവിടെയും ചോദിക്കാം. അത് ലോപിച്ചു എന്നാണ് ശ്രീധരാചാര്യർ പറയുന്നത്. അദ്ദേഹം പറഞ്ഞാൽ അതാണ് നമുക്ക് വേറൊന്നുമില്ല, അംഗീകരിക്കുക. മർക്കോ മർക്കട എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ മർക്കാൻ ഭോക്ഷ്യൻ, അവിടെയുള്ള പൂച്ചകൾക്ക് അതുപോലെ കുരങ്ങുകൾക്കൊക്കെ ഈ വെണ്ണ ഭഗവാൻ ഇട്ട് കൊടുക്കണതാണ്. ഇനി കിട്ടിയില്ലെങ്കിലോ ഭാണ്ഡം ഭിനത്തി, അവിടെയുള്ള ആ ഉറിയും ഇതൊക്കെ തല്ലി പൊട്ടിക്കുക. അവസാനം ദ്രവ്യാലാഭേ സഗൃഹകുപിതോ യാത്യുപക്രോശ്യതോകൻ. ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെയുള്ള കുട്ടിയെ ഒന്ന് പിച്ചോ എന്തെങ്കിലും ചെയ്തിട്ട് ഭഗവാൻ ഓടിപ്പോകുന്നതാണ്. ഒന്ന് കുട്ടികളൊക്കെ ഒന്ന് കരയിക്കും, എന്നിട്ടാണ് അവിടെ നിന്ന് ഓടിപ്പോവുക. എന്നാൽ ഓരോ തരത്തിലാണ് ഭഗവാന്റെ വികൃതികളെന്നാണ്. ഹസ്താഗ്രാഹ്യേരജയതി വിധിം പീഡകോലൂഖലാദ്യൈ. ഇനി കിട്ടിയില്ല ഭക്ഷണമെങ്കിലോ മുകളിൽ കെട്ടിയിട്ടാണെങ്കിൽ പീഠം ഉലൂഖലം ഇതൊക്കെ അങ്ങനെ കൊണ്ടിങ്ങനെ വെച്ചിട്ട് ഭഗവാൻ നോക്കും അത്രേ, ഏതിലാണ് വെണ്ണയുള്ളത് ഏതിലാണ് തൈരുള്ളത് എന്നിങ്ങനെ നോക്കി മനസ്സിലാക്കിയിട്ട് ഛിദ്രം അവിടെ അങ്ങോട്ട് തുളയ്ക്കുന്നതാണ് ഭഗവാൻ. ശിക്യഭാണ്ഡേഷു തദ്വിത്ത്, അതറിയും ഭഗവാൻ. എന്നിട്ട് അങ്ങോട്ട് ദ്വാരമുണ്ടാക്കിയിട്ട് ഭഗവാൻ അതങ്ങനെ കുടിക്കുക. ഇനി ഇരുട്ട് മുറിയിൽ കൊണ്ടുവച്ചാലോ എന്നിട്ടും കാര്യമില്ല എന്നാണ്. ധ്വാന്താകാരേ ധൃതമണിഗണം സ്വാംഗമർത്ഥപ്രദീപം. ധ്വാന്താകാര, ഇരുട്ട് നിറഞ്ഞ മുറിയിൽ വെച്ചാൽ ഭഗവാന്റെ ആഭരണങ്ങൾ അതിൻ്റെ ശോഭ മാത്രമല്ല ഭഗവാൻ തന്നെ ഇങ്ങോട്ട് ശോഭിക്കുകയല്ലേ. നമുക്ക് ജന്മാദ്യസ്യയിൽ കേട്ടതല്ലേ, സ്വരാട്ടല്ലേ ഭഗവാൻ. ആ സ്വയം പ്രകാശ സ്വരൂപനായിരിക്കുന്ന ഭഗവാനാണതേ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ പ്രകാശം ഇവിടെ മറ്റൊരർത്ഥം കൂടി ഉണ്ടത്രേ. പറയാതെ പറയുന്നൊരർത്ഥമുണ്ട് എന്ന് പറയുന്നു. സ്വാംഗമർത്ഥപ്രദീപ. ഭഗവാൻ ആരാ? വേദസ്വരൂപനാണ്. ആ വേദസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 6: ശിക്ഷ, വ്യാകരണം, ജ്യോതിഷം, ഛന്ദസ്, കൽപ്പം, നിരുക്തം. ഈ 6 കൊണ്ടാണ് വേദാർത്ഥത്തെ വേണ്ട രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ സ്വാംഗമർത്ഥപ്രദീപ, വേദസ്വരൂപനായ ഭഗവാൻ ആ തൻ്റെ അംഗങ്ങളിലൂടെ എങ്ങനെയാണോ വേദത്തിൻ്റെ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നൊരർത്ഥവും കൂടി ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ ആ ഭഗവാന്റെ പ്രകാശം അവിടെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഗോപികമാർക്കൊന്നും ചെയ്യാൻ സാധിക്കാണ്ടായി. ഇനി ചിലപ്പോഴാണെങ്കിൽ ദേഷ്യം വന്നാലോ, മേഹനാദീനിവാസ്തൗ, വീട്ടിൽ മൂത്രമൊഴിച്ച് വയ്ക്കും ഭഗവാൻ. കിട്ടിയില്ലെങ്കിൽ അടുത്തത് മൂത്രമൊഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോരോ കുസൃതികൾ കാണിച്ചാൽ ഇവരൊക്കെ പോയി പറയണ്ടേ, യശോദേ എന്നിങ്ങനെയാട്ടോ ചെയ്തത് എന്നൊക്കെ പറയും. പക്ഷേ അവർ പറയണു സുപ്രതീകോ യഥാസ്തേ. യശോദയെ നോക്കൂ, ഇത്രയൊക്കെ ചെയ്തിട്ട് നിൻ്റെ മകൻ സുപ്രതീക, നല്ല മിടുക്കനെ പോലെ നിൽക്കുക നോക്കൂ. എന്നാൽ
ഈ ഗോപികമാർക്ക് ഭഗവാനെക്കുറിച്ച് ദോഷം പറയണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. പിറ്റേ ദിവസം ഇനി ഭഗവാൻ വന്നില്ലെങ്കിൽ ചോദിക്കുക, യശോദ എന്തേ കണ്ണനെ കണ്ടില്ലല്ലോ ചോദിക്കുക. എന്നാലും വേണമെങ്കിൽ കേട്ടോളൂ എന്ന മട്ടിൽ പറഞ്ഞു എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ പോകുമ്പോൾ പറയാം. വേണമെങ്കിൽ കേട്ടാൽ മതി കേട്ടോ യശോദേ എന്ന മട്ടിലാണ് ഗോപികമാരൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ യശോദയ്ക്ക് തൻ്റെ മകനെ അങ്ങോട്ട് ശാസിക്കാൻ ആഗ്രഹിച്ചില്ല, തോന്നിയില്ല എന്നൊക്കെ പറയണം. അങ്ങനെയാണ് ഒരു ദിവസം ഭഗവാൻ മണ്ണ് ഭക്ഷിച്ചു എന്നെല്ലാവരും വന്ന് പറയുന്ന രംഗം. മൃത്സ്നാമത്സീഹേതി യശോദ താടന ശൈശവസത്രാസം. ആചാര്യസ്വാമികൾ ഗോവിന്ദാഷ്ടകത്തിൽ എഴുതി വെച്ചു. മൃത്സ്നാമത്സീഹേതി യശോദ താടന ശൈശവസത്രാസം. അത് കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? മുഖം തുറക്കൂന്നാ പറഞ്ഞത്. വ്യാധിതവക്ത്രാലോകിതലോകാലോകചതുർദശ ലോകാലം. ഈ ലോകം മുഴുവൻ ആ ഭഗവാന്റെ വായിൽ കണ്ടു. കാരണം ഭഗവാന്റെ ഉദരത്തിലാണ് ഈ ലോകം മുഴുവൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആ വായയിൽ എല്ലാ ലോകങ്ങളും കണ്ട സമയത്ത് യശോദാമ്മ ആകെ മായയിൽ കുടുങ്ങിയെന്നാണ്. അവസാനം ഭഗവാൻ വീണ്ടും ആ മായാബന്ധനത്തിൽ നമ്മെ മാറ്റിയ കഥയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ കേട്ട സമയത്ത് പരീക്ഷിത് മഹാരാജാവൻ എന്തെന്നില്ലാത്ത ഒരാനന്ദം. അദ്ദേഹം ചോദിച്ചു, നന്ദക്കിമകരോദ് ബ്രഹ്മൻ ശ്രേയേവം മഹോദയം. ഈ നന്ദഗോപരും യശോദയും എന്ത് നന്മയാണ് ചെയ്തിരിക്കുന്നത്? കാരണം ഏതൊരു യശോദാമ്മയുടെ അമ്മിഞ്ഞപ്പാലാണോ ആ ഹരി അങ്ങനെ ആസ്വദിച്ച് കുടിക്കുന്നത്, അങ്ങനെയുള്ള യശോദാമ്മ എന്ത് ഭാഗ്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആ ഭാഗം. എന്നതവം സൈതനേ യശോദ എന്നതവം സൈതനേ. ആ തപസ്സെന്ത് ചോദിച്ചപ്പോഴാണ് ആ വസുപ്രവരനായിരിക്കുന്ന ദ്രോണനും ഭാര്യയായിരിക്കുന്ന ധരയും കൂടി ബ്രഹ്മദേവനെ പ്രാപിച്ച് ഭഗവാനുള്ള ഭക്തിയെ ആഗ്രഹിച്ചതും ആ ഭക്തിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കിട്ടിയ ഭാഗ്യമാണ് ഭഗവാൻ ഇങ്ങനെ താരാട്ട് പാടി ഉറക്കാൻ കിട്ടിയത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗ്യം നമുക്ക് കേൾക്കാൻ സാധിക്കണം. ഒരു ദിവസം അമ്മ യശോദാമ്മ തൈര് കലക്കണ സമയത്ത് അതിമനോഹരമായ ഭാഗവതത്തിലെ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അതിലെ ചില ശ്ലോകങ്ങളൊക്കെ അതിമനോഹരാട്ടോ. എത്ര വായിച്ചാലും നമുക്ക് മതിയാവില്ല. അങ്ങനെ ഒരു ശ്ലോകമുണ്ട് ഇവിടെ. ആ യശോദാമ്മ തൈര് കലക്കുന്ന ആ ഭാഗത്തിൻ്റെ ഒരു ഭംഗി എന്ത് സുന്ദരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഭഗവാന്റെ ആ ലീലകളിൽ നമുക്ക് നോക്കിയാൽ ഓരോരോ ശ്ലോകത്തിലേയും കടന്നു പോകുമ്പോൾ ഓരോ ശ്ലോകത്തിൻ്റെയും മഹത്വവും കൂടി കാണാൻ സാധിക്കുന്നതാണ് ഭാഗവതം. ശരിക്കൊരു മഹാകാവ്യം തന്നെയല്ലേ ഇത് എന്ന് നമുക്ക് തോന്നും. ക്ഷൗമം വാസപ്രഥുകടിതടേ ബിഭ്രതീ സൂത്രനദ്ധം പുത്രസ്നേഹസ്നുതകുജയുഗം ജാതകമ്പം ച ശുഭ്രോ രജ്വാകർഷശ്രമഭുജലത്കങ്കണൗ കുണ്ടലേ ച സ്വിന്നം വക്ത്രം കപരവികലവ്യാൽമാലതീ നിർമ്മമന്ധ. അവിടെ കപരവികലൻ മാലതി, ആ മുടി ഇങ്ങനെ അഴിഞ്ഞു യശോദാമ്മയുടെ, എന്നിട്ട് മുല്ലപ്പൂ ഇങ്ങനെ വീഴുന്നു എന്നാണ് നിലത്തേക്ക്. അങ്ങനെയുള്ള ആ യശോദാമ്മയുടെ മുടി ഇങ്ങനെ അഴിഞ്ഞ് മുല്ലപ്പൂ വീഴുന്നു. സ്വിന്നം വക്ത്രം, മുഖത്തിങ്ങനെ ആ വിയർപ്പ് ഇങ്ങനെ ഉറ്റുന്നൊരവസ്ഥ കാണാൻ സാധിക്കും. നല്ല പട്ടുവസ്ത്രം അണിഞ്ഞിട്ടുണ്ട്, അതുപോലെ അരയിൽ അരഞ്ഞാണം അണിഞ്ഞിട്ടുണ്ട്. അമ്മിഞ്ഞപ്പാലങ്ങനെ ഒഴുകുകയാണ് ആ പുത്രസ്നേഹം കൊണ്ട്. പുത്രസ്നേഹസ്നുത കുജയുഗം, അങ്ങനെ അമ്മിഞ്ഞപ്പാലങ്ങനെ ഒഴുകുകയാണ് ആ തൻ്റെ മകനെ ഓർത്തിട്ട് എന്നൊക്കെ പറയണ അതിമനോഹരമായിരിക്കുന്ന ചില ശ്ലോകങ്ങളും കൂടി നമുക്ക് ഭാഗവത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ യശോദാമ്മ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭഗവാൻ അവിടെ വന്ന് അമ്മിഞ്ഞപ്പാൽ കുടിക്കണമെന്ന് പറയുന്നതും അവസാനം ഭഗവാനെ മടിയിലിരുത്തി
ആ തൈര് കലക്കുമ്പോൾ അടുക്കളയിൽ പാല് തിളച്ചു മറിയൊന്ന് പേടിച്ച് ഓടിപ്പോകുന്നതൊക്കെയുള്ള രംഗങ്ങളൊക്കെ നമുക്ക് കാണാം. ആ സമയത്ത് ദേഷ്യം വന്ന ഭഗവാൻ ഇവിടെ പറയണത് സാധാരണയായിട്ട് നാരായണീയത്തിൽ പറയുന്നത് മന്ദദണ്ഡമുപയുജ്യ പാടിതം എന്നാണ്. പക്ഷേ ഭാഗവതത്തിൽ പറയുന്നത് അങ്ങനെയല്ല. ദൃഷദശ്മന എന്നാണ് പറയുന്നത്. അമ്മിക്കൊഴുവി എന്ന് പറയുന്നു. എന്നാൽ കുറച്ചും കൂടി ശ്രീധരാചാര്യർ പറയുന്നത് അങ്ങനെയല്ല. ഭഗവാൻ അമ്മിക്കൊഴി കൊണ്ട് കുറച്ചും കൂടി ദൂരെ പോകേണ്ടി വരില്ലേ. അതുകൊണ്ട് ദൃഷദശ്മന എന്നുള്ളതിന് കല്ലുകൊണ്ടുള്ള പാവക്കുട്ടി എന്നാണ് അവിടെ വ്യാഖ്യാനം. അത് തൊട്ടടുത്തുണ്ടായിരുന്നത്രേ. അതെടുത്തിട്ടാണ് ഈ തൈര് കലം ഉടച്ചത് എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ കാണും. ഓരോ ആചാര്യന്മാരുടെ ആ ആസ്വാദനം. അപ്പോൾ കല്ലുകൊണ്ടുള്ള പാവക്കുട്ടി എന്നാണ് ആചാര്യൻ ശ്രീധരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. നമുക്കതും ഓർക്കണമല്ലോ. കാരണം ശ്രീധരോ വേത്തി എന്നാണല്ലോ. ശ്രീധരാചാര്യനെ ഭാഗവതത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ അമ്മിക്കൊഴവി എന്ന് നമുക്കിവിടെ പറയാം. പക്ഷേ ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു എന്ന് പറയണ്ടില്ലേ മേൽപ്പത്തൂരിനോട്, അമ്മിക്കൊഴവി മന്ദദണ്ഡം ഉപയുജ്യ പാടിതെന്ന് പറഞ്ഞപ്പോൾ മേൽപ്പത്തൂരെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ അമ്മിക്കൊഴവി കൊണ്ട് തൈര് കലം ഉടച്ചതും അതിൽ നിന്നുള്ള ആ തൈര് ഒഴുകിയത് ഭഗവാന്റെ യശസ് എങ്ങനെയാണോ ഈ ലോകം മുഴുവൻ വ്യാപിച്ചത്, അതുപോലെ ആ തൈരിങ്ങനെ പരന്നൊഴുകി എന്നൊക്കെ പറയണു. അങ്ങനെ ഭഗവാനെ പിടിച്ചു കെട്ടാനായിട്ടുള്ള ശ്രമം നടന്ന സമയത്ത് പിടിച്ചു കെട്ടാൻ സാധിച്ചോ ഭഗവാനെ? ഇല്ല. കാരണം ഒരിക്കലും ആ ലോകനാഥനെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. കാരണം വേദങ്ങൾക്ക് പോലും അദ്ദേഹത്തെ പിടിച്ചു കെട്ടാൻ സാധിച്ചില്ല. വേദമാർഗ പരിമാർഗിതെന്നൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ വേദങ്ങൾക്ക് പോലും പിടിച്ചു കെട്ടാൻ സാധിക്കാത്ത ആ ലോകനാഥനെ വേണ്ട രീതിയിൽ കെട്ടാൻ സാധിച്ചില്ല. അവസാനം ഭഗവാൻ അനുഗ്രഹിച്ചു നിന്നുകൊടുത്തു എന്നിവിടെ കാണാൻ സാധിക്കും. എന്തിനെ ചോദിച്ചാൽ അടുത്ത ഭഗവാന്റെ ഒരു ലീല, നളകൂപര മണിഗ്രീവന്മാർക്ക് കൊടുക്കണ ഭഗവാന്റെ അനുഗ്രഹം. എന്തുകൊണ്ടാണ് ഈ നളകൂപര മണിഗ്രീവന്മാർ വൃക്ഷമായി മാറിയതെന്ന് ചോദിച്ചാൽ മദ്യത്തിൻ്റെ അനന്തരഫലം, മദ്യപാനത്തിൻ്റെ അനന്തരഫലം അഹങ്കാരമാണെന്നും അഹങ്കാരം കൊണ്ടാണ് നാരദ മഹർഷി വരുന്ന സമയത്ത് വസ്ത്രമെടുക്കാതെ അവരുടെ മുമ്പിൽ പോയി നിന്നതും. അങ്ങനെയാണ് വൃക്ഷമാകട്ടെ എന്ന ശാപം കിട്ടിയത്. അങ്ങനെ ഭഗവാൻ തൻ്റെ ആ ഉരൽ വലിച്ച് ഈ മരുത് വൃക്ഷങ്ങളുടെ ഇടയിൽ കടന്നുപോയ സമയത്ത് അത് മറിഞ്ഞു വീണതും അതിൽ നിന്നുള്ള രണ്ട് ശ്രേഷ്ഠന്മാരായ പുരുഷന്മാരുടെ വരവും അവരുടെ സ്തുതി എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം ആ സ്തുതി ഒന്ന് പറഞ്ഞു പോവാം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ത്വമാദ്യ പുരുഷ പരഃ വ്യക്താവ്യക്തമിദം വിശ്വം രൂപം തേ ബ്രാഹ്മണാ വിദു. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ, യോഗനിധിയായിരിക്കുന്ന യോഗേശ്വരനായിരിക്കുന്ന ഭഗവാനെ ത്വമാദ്യ, ആദ്യനായിട്ടുള്ളതാര്? ഈ പ്രപഞ്ചത്തിൻ്റെ ആദിയായിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഭഗവാനാണ്. ആദ്യ പുരുഷ പരഃ പരഃപുരുഷ, പരമനായിരിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ പരമപുരുഷനായിരിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. ഈ കാണുന്നതും കാണായികയും എന്തൊക്കെയുണ്ടോ ഈ ലോകത്തത് മുഴുവൻ ഭഗവാൻ തന്നെയാണ്. അതായത് ഇന്ന് കാണുന്നതും കാണാത്തതുമായിരിക്കുന്ന എന്തൊക്കെയുണ്ടോ ഈ ലോകത്ത് അത് മുഴുവൻ ആ ഭഗവത് സ്വരൂപമാണെന്ന് കാണാൻ നമുക്ക് സാധിക്കണം. അതാണ് യാതൊന്ന് കാൺമതത് നാരായണ പ്രതിമ എന്ന ബോധത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. അതുകൊണ്ട് ഈ ലോകമെന്ന് പറയുന്നത് അവിടുത്തെ രൂപമാണ്, ഭഗവത് സ്വരൂപമാണ് ഈ ലോകമെന്ന് ബ്രാഹ്മണാവിദു, ബ്രഹ്മജ്ഞാനികളിതാ മനസ്സിലാക്കണു. ത്വമേക സർവ ഭൂതാനാം ദേഹസ്വാത്മേന്ദ്രിയേശ്വര. അപ്പോൾ സർവതിൻ്റെയും നാഥൻ എന്ന് പറയുന്നത് ഭഗവാനാണ് എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാം. കാലം ആരാണ്? ത്വമേവ കാലഃ, കാലസ്വരൂപനായിരിക്കുന്നത് ഭഗവാനാണ്. വിഷ്ണു അവ്യയഃ ഈശ്വരഃ, ആ അവ്യയനായിരിക്കുന്ന വ്യയമില്ലാത്ത ഈശ്വരനായിരിക്കുന്ന വിഷ്ണു
വിഷ്ണു എന്ന് പറയുന്നത് സർവത്ര വ്യാപിച്ചു നിൽക്കുന്നവൻ. അപ്പോൾ സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യം ഭഗവാനെ അവിടുന്നാണ്. ത്വം മഹാൻ പ്രകൃതി സൂക്ഷ്മരജസത്വതമോമയീ ത്വമേവ പുരുഷോധ്യക്ഷ സർവക്ഷേത്ര വികാരവിത്. സർവക്ഷേത്ര വികാരവിത്, സർവസാക്ഷിയായിരിക്കുന്നത്. അതായത് സർവസാക്ഷിയാണ് ഭഗവാൻ. മാത്രമല്ല സാഖ്യമെന്ന് പറയുന്ന ശാസ്ത്രം വിശദീകരിക്കണ പുരുഷൻ, പ്രകൃതി, മഹത്, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ, തന്മാത്രകൾ, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങളായാലും ജ്ഞാനേന്ദ്രിയങ്ങളായാലും സർവ്വതും ത്വമേവ, സർവ്വതും ഭഗവാനെ അവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഈ ലോകത്ത് പുരുഷൻ എന്ന് പറയുന്നതും അതിൽ നിന്നുണ്ടായിരിക്കുന്നതെല്ലാം ആ ഭഗവത് സ്വരൂപമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം വാസുദേവ എന്നാണ് ഇവിടെ പറഞ്ഞത്. വാസുദേവായ വേധസേ, വാസുദേവായ, വാസുശ്ചാസൗ ദേവശ്ച വാസുദേവ, അല്ലെങ്കിൽ വസുദേവൻ്റെ മകൻ. അത് സാധാരണ ഒരർത്ഥം. വസുദേവൻ്റെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന് വാസുദേവൻ എന്ന പേര്. എന്നാൽ വാസുശ്ചാസൗ ദേവശ്ച വാസുദേവ എന്ന് ആചാര്യസ്വാമികൾ വിഷ്ണു സഹസ്രനാമത്തിൽ വ്യാഖ്യാനിക്കണു. അതായത് സർവ്വതിലും അന്തര്യാമിയായി നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് സ്വരൂപമാണ് ആ വാസുദേവൻ. അതുകൊണ്ട് വാസുദേവായ വേധസേ ആത്മദ്യോതഗുണൈച്ഛന്നമഹിംനേ ബ്രഹ്മണേ നമാന്ന് ചൊല്ലി അവസാനം ഒന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത്പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം വാണീ ഗുണാനുകഥനേ. കൃഷ്ണ, അങ്ങയുടെ ഗുണഗണങ്ങളെ പറയുന്നതിനായിട്ട് വാണീ, നമ്മുടെ വാക്കുകൾക്ക് സാധിക്കണേ. ശ്രവണവോ കഥായാം, നമ്മുടെ ചെവികൾക്ക് അങ്ങയുടെ ആ കഥയിൽ രതിയുണ്ടാവാൻ സാധിക്കണം. ഹസ്തൗജ കർമ്മസു, അവിടുത്തെ പൂജാവിധികൾ ചെയ്യാനായിട്ട് കൈകൾക്കും. മനസ്തവ പാദയോഹന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ, അവിടുത്തെ ആ പാതാരവിന്ദങ്ങളിൽ മനസ്സുറപ്പിക്കാൻ സാധിക്കുക. അവിടുന്ന് വസിക്കണ ഈ ലോകത്തെ നമസ്കരിക്കാൻ സാധിക്കുക. അതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ശിരസ്സിന് അവിടുന്ന് വസിക്കണ ഈ ലോകത്തെ ഒന്ന് നമസ്കരിക്കാൻ സാധിക്കുക. ദൃഷ്ടിസദാം ദർശനേസ്തു ഭവത്തനൂനാം, സജ്ജനങ്ങളെ കാണാനായിട്ട് നമ്മുടെ ദൃഷ്ടികൾക്ക് സാധിക്കണേ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്കും ഇത് തന്നെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നമുക്ക് ഉള്ള ഈ അംഗങ്ങളുള്ളത് അത് മുഴുവൻ ഭഗവത്പരമാക്കി മാറ്റാൻ സാധിക്കുക. ഭദ്രം കർണേഭി ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിർവ്യശേമ ദേവഹിതം യദായു. നമുക്ക് ഭഗവാൻ കൽപ്പിച്ച ഈ ആയുസ് ഭഗവാനെ ആരാധിക്കാൻ ഉപയോഗിക്കുക. നന്മകൾ മാത്രം കേൾക്കാൻ സാധിക്കുക, നന്മകൾ മാത്രം കാണാൻ സാധിക്കുക. ഈ ഉറച്ച അവയവങ്ങളെ കൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സേവിക്കാൻ സാധിക്കുക. ഇതാണ് ഇന്നും നമുക്ക് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പ്രാർത്ഥനയെ കൊടുക്കാൻ സാധിക്കേണ്ടത്. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുക. അങ്ങനെ അനുഗ്രഹം കൊടുത്തു ഭഗവാൻ. അതിനുശേഷം പിന്നീടും ഭഗവാന്റെ ലീലകളിൽ ഒരു പഴം വിൽക്കുന്ന അമ്മയ്ക്ക് കൊടുത്ത അനുഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഭഗവാൻ ഗോപികമാരുടെ മുമ്പിൽ ഭൃത്യവശ്യതാം, ഭൃത്യവശ്യത എങ്ങനെയാണ് ഭഗവാൻ ഇപ്പോൾ ഗോപികയുടെ മുമ്പിൽ ഒരു ദാസനെ പോലെ. കാരണം ഭക്തന്മാരുടെ മുമ്പിൽ ഭഗവാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നാണ് ഇതിലൂടെ കാണിച്ചു തരുന്നത്. ഗോപികമാർ പറയും, കൃഷ്ണ ഒരു പാട്ട് പാടൂ എന്ന് പറഞ്ഞാൽ ഉദ്ഗായതി, ഭഗവാൻ നന്നായിട്ട് പാട്ട് പാടും.
അപ്പോൾ ഗോപീഭിസ്തോഭിതോ നൃത്യത് ഭഗവാൻ ബാലവത് ക്വചിത്, നല്ല നൃത്തം വയ്ക്കും ഭഗവാൻ, പാട്ടുപാടും ഭഗവാൻ. ചിലപ്പോൾ ഗോപികമാർ പറയത്രേ, ആ പീഠം ഇങ്ങോട്ട് എടുത്തിട്ട് വരൂ കൃഷ്ണ എന്ന് പറയുന്നതാണ്. അങ്ങനെ ആ സമയത്ത് ചെരിപ്പൊക്കെ എടുപ്പിക്കുന്നതാണ് ഗോപികമാർ. എൻ്റെ പാദരക്ഷ അവിടെ വെച്ചിട്ടുണ്ട് കൃഷ്ണ, ഒന്നിങ്ങോട്ട് കൊണ്ടുവരുമോ? ഓ കൊണ്ടുവരാം. അങ്ങനെ പീഠകോന്മാന പാതുകം, എന്നിട്ട് ഇതൊക്കെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് കൊടുത്തതിന് ശേഷം കയ്യൊന്നിങ്ങനെ കുടയണാണ്. ഓ എനിക്ക് വയ്യട്ടോ, ആ പീഠം പൊക്കിയിട്ടേ എന്തൊരു ഭാരാതിന്. അങ്ങനെ ബാഹുക്ഷേപം ച കുരുതേ സ്വാനാം ച പ്രീതിമാവഹൻ, തൻ്റെ ആ ബന്ധുക്കൾക്ക് ഭക്തകൾക്ക് സന്തോഷത്തെ നൽകാനായിട്ട് ഭഗവാൻ എന്തൊക്കെ കാട്ടിയില്ല എന്നാണ് ഭാഗവതം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനാണ് ആ പഴം വിൽപ്പനക്കാരിയെ അനുഗ്രഹിച്ചതും. പിന്നീട് ഭഗവാനും കൂട്ടുകാരും കൂടി കളിക്കാൻ പോയാൽ വര്യന്നേയില്ല എന്നാണ് ഭാഗവതം പറയുന്നത്. എത്ര പ്രാവശ്യം വിളിക്കുന്നറിയ യശോദയും ദേവകിയും കൂടി. ക്രീഡൻ, നല്ല രസമുള്ള ശ്ലോകമാണ്. ക്രീഡന്തം സാ സുതം ബാലൈഹി അതിവേലം സഹാഗ്രജം യശോദ അജോഹവീത് കൃഷ്ണം പുത്രസ്നേഹസ്നുതസ്തനീ. ആ അമ്മിഞ്ഞപ്പാലിങ്ങനെ നിറഞ്ഞ യശോദ ഇങ്ങനെ വിളിക്കുന്നതാണ്, കൃഷ്ണ കൃഷ്ണ അരവിന്ദാക്ഷ താതയേ ഹി സ്തനം പിബ. അമ്മിഞ്ഞപ്പാൽ കുടിക്കാനായില്ലേ കൃഷ്ണ എന്ന് ചോദിക്കുന്നതാണ്. ഇങ്ങനെ കളിച്ചാലോ അലം വിഹാരൈഹി ക്ഷുത്ശാന്ത, ഇങ്ങനെ കളിച്ചത് മതിയിട്ടോ നീ. ക്ഷുത്ശാന്ത, നിനക്ക് വിശക്കില്ലേ? ക്രീഡാശ്രാന്തോസി പുത്രക, നീ കളിച്ച് ക്ഷീണിച്ചില്ലേ ഉണ്ണി എന്ന് ചോദിക്കുന്നതാണ്. എന്നാൽ വരുമോ? ഇല്ല. അപ്പം അടുത്താളെ വിളിക്കും, ഹേ രാമ ആഗച്ഛതാത ആശു സാനുജ കുലനന്ദന. പിന്നെ രാമനെ വിളി, രാമ വരൂ വരൂ, അനിയനെയും കൂടെ കൂട്ടണം കേട്ടോ വരുമ്പോൾ. കുറേ നേരമായി വിളിക്കുന്നു എന്നിങ്ങനെ ആ യശോദയും അതുപോലെ രോഹിണീ ദേവിയും കൂടി ഇങ്ങനെ വിളിക്കുന്നതാണ്. എന്നാലും അവർ രണ്ടുപേരും കളിക്കുന്നിടത്ത് വരില്ല. അവസാനം യശോദാമ്മ നേരെ ആ കളിസ്ഥലത്തേക്ക് അങ്ങോട്ട് പോയിട്ട് രണ്ടുപേരുടെയും കൈ അങ്ങോട്ട് പിടിക്കും. ഒരാളിലേക്ക് വലത് കൈയിലും ഒരാളെ ഇടത് കൈയിലും അങ്ങോട്ട് വിളിച്ചിങ്ങനെ കൊണ്ടുവരുന്നതാണ്. യത്തം യശോദാ തമശേഷശേഖരം മത്വാസുതം സ്നേഹനിബദ്ധ നീർനൃപ ഹസ്തേ ഗൃഹീത്വാ സഹ രാമമച്യുതം നീത്വാ സ്വപാഠം കൃതവത്യധോദയം ഇത്തം യശോദ തമശേഷശേഖരം. അശേഷശേഖരം അതായത് സർവദേവദേവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ ആ യശോദ എന്തു ചെയ്യും? മത്വാസുതം സ്നേഹനിബദ്ധധീഹി, സ്നേഹനിബദ്ധധീഹി, സ്നേഹം ഇങ്ങനെ ഭഗവാനിലേക്ക് ഉറപ്പിച്ച് ബലരാമസ്വാമിയിൽ ഉറപ്പിച്ച് എന്താ സുതം മത്വ, ഉണ്ണിയാണെന്ന് ഉറപ്പിൽ അങ്ങോട്ട് പിടിച്ചു വലിച്ച് ഇങ്ങനെ കൊണ്ടുവരും. ഹസ്തേ ഗൃഹീത്വാ സഹരാമമച്യുതം, അങ്ങനെ വലിച്ചു കൊണ്ടുവന്നിട്ട് നേരെ കുളിമുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കയറ്റി കൃതവതി അധോദയം, ഉദയത്തെ ചെയ്തു. ഉദയം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്നപനം തുടങ്ങിയത് എന്നാ പറയുക. കുളിപ്പിക്കുക, കുറിതൊടിക്കുക, വസ്ത്രടിക്കുക, ഇതൊക്കെയാണ് ഇവിടെ ഉദയശബ്ദത്തിന് അർത്ഥം. കൃതവതി അധോദയം എന്ന് ഇവിടെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കൂ ആ യശോദാമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യം. അപ്പോൾ ഇങ്ങനെ എത്രയെത്ര ഭാഗ്യമായ യശോദാമ്മയ്ക്ക് കിട്ടിയത് എല്ലാം ആ ഒരു അനുഗ്രഹമാണ്, ആ ബ്രഹ്മദേവൻ കൊടുത്ത അനുഗ്രഹമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ആ ഭാഗ്യത്തെ. അങ്ങനെയാണ് ഭഗവാനുണ്ടാവുന്ന ഓരോ അപകടങ്ങളും പറഞ്ഞ് ഉപനന്ദൻ ആ വൃന്ദാവനത്തിലേക്ക് താമസം മാറാനായിട്ട് പറഞ്ഞതും വൃന്ദാവനം സംപ്രവിശ്യ സർവകാലസുഖാവഹം, ആ സർവകാലസുഖാവഹം എപ്പോഴും സുഖത്തെ തരുന്ന ആ വൃന്ദാവനത്തിലേക്കാണ് മാറിയത് ഭഗവാൻ. അവിടെ നിന്ന് വത്സാസുരനും അതുപോലെ ബകാസുരനൊക്കെ കൊടുത്ത ആ അനുഗ്രഹവും നമുക്ക് കാണാം. അങ്ങനെയാണ് കുട്ടികളോടുകൂടി ഗോപന്മാരോടുകൂടി കളിക്കാൻ പോയതും. കളിക്കാൻ പോകുന്ന സമയത്ത് ഭഗവാന്റെ മിമിക്രി ഭാഗവത്തിൽ വളരെ മനോഹരമായിട്ട് പറയുന്നതാണ്. ഭഗവാൻ എന്തൊക്കെ ലീലകളാണ് കാട്ടിൽ ആടുക എന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. കേജിത് വേണോൻ വാദയന്തഃ
ആ ഓടക്കോയിൽ ഇങ്ങനെ വിളിക്കുക, കേചിത് ഭൃംഗൈ പ്രഗായന്ത കൂജന്ത കോകിലേ പരേ. അതായത് കുയിലിനെ പോലെ പാട്ടുകാടൻ ചിലപ്പോൾ അവിടെ വണ്ടുകളോടൊത്ത് ഇങ്ങനെ മൂളിപ്പാട്ട് പാടി നടക്കുക. പിന്നെയുള്ളത് തവളച്ചാട്ടം നടത്തുക ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഹംസങ്ങളോട് കൂടിയിട്ട് ഓടുക, അരയന്നങ്ങളിങ്ങനെ പറക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഓടുക, ഇങ്ങനെ കാണാം. ഇങ്ങനെ എത്രയെത്രയോ ലീലകൾ ഭഗവാൻ തൻ്റെ ആ ഭക്തന്മാരായിരിക്കുന്ന ഗോപക്കുട്ടികൾക്ക് വേണ്ടി കാഴ്ചവെച്ചു. അതാണ് ഇവിടെ നമുക്കറിയേണ്ടത്. സാകം ഭേഗേർ വിലിംഗന്ന, തവളച്ചാട്ടം ചാടുന്നാണ് ഭഗവാൻ. ഇങ്ങനെ ആ സമയത്ത് എല്ലാവരും നോക്കി നിൽക്കും. ഇങ്ങനെ ആ ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ, സാകം വിജഹ്രു കൃതപുണ്യപുഞ്ചാഹ. ആ കൃതപുണ്യപുഞ്ചാഹ, ഇതിലപ്പുറം എന്താ ഇനി പറയേണ്ടത് ആ ഗോപന്മാരെ കുറിച്ചിട്ട്? പുണ്യം ചെയ്ത സമൂഹം. കാരണം ഭഗവാനോടുകൂടി ലീലയാടാൻ എന്ത് ഭാഗ്യം കിട്ടിയത്! കാരണം ബ്രഹ്മസുഖാനുഭൂത്യാ ദാസ്യം ഗതാനാം പരദൈവതേന മായാശ്രിതാനാം നരദാരകേണ സാകം വിജഹ്രു കൃതപുണ്യപുഞ്ചാഹ. അങ്ങനെ സദാം ബ്രഹ്മസുഖാനുഭൂത്യ, സജ്ജനങ്ങൾ ആ ബ്രഹ്മസുഖാനുഭൂതിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിച്ചവർക്ക് പരദേവതേന, ഇനി മായാശ്രിതാനാം നമ്മളെപ്പോലെയുള്ളവർക്കോ നരദാരകേണ, ഒരു മനുഷ്യ ശിശു എന്ന മട്ടിലുള്ള ആ ഭഗവാനോടുകൂടി ഇങ്ങനെ പുണ്യം ചെയ്ത ഗോപന്മാരിതാ സാകം വിജഹ്രുഹു, അങ്ങനെ ആ കളിച്ച് ആനന്ദിച്ചു എന്ന് ഇവിടെ പറയണു. കാരണം എത്രയെത്ര യോഗീശ്വരന്മാരാണ് ആ പാദധൂളികളെ ഒന്ന് കിട്ടാൻ ആശ്രയിച്ചത്, ഒന്ന് കിട്ടാൻ ആഗ്രഹിച്ചത്. എത്രയെത്രയോ ജന്മങ്ങൾ കഠിന തപസ് ചെയ്തില്ലേ ആ പാദപാംസുക്കളെ സ്വീകരിക്കാനായിട്ട്. യത്പാദപാംസു ബഹുജന്മകൃശ്രതോ ധൃതാത്മഭിർയോഗിഭിരലഭ്യ. എന്നിട്ടും അവർക്ക് കിട്ടിയോ? യോഗീശ്വരന്മാർ തപസ് ചെയ്തിട്ട് പോലും കിട്ടാത്ത ആ പാദപാംസു, ആ ഭഗവാന്റെ പാദാരവിന്ദത്തിലെ ആ രജസ്സുകൾ, അതിതാ നേരിട്ട് കാണാൻ, നേരിട്ട് അനുഭവിക്കാൻ കിട്ടി ആ ഗോപന്മാർക്ക്, അല്ലെങ്കിൽ ഗോപികമാർക്ക്. വ്രജൗകസാം ദിഷ്ടം എന്നാ ഭാഗവതം പറയണത്. വൃന്ദാവനത്തിലുള്ളവരുടെ ഭാഗ്യം, അല്ലാതെ എന്താ പറയുക? കാരണം ആ പൊന്നു ഗുരുവായൂരപ്പൻ ഓടി നടന്ന വൃന്ദാവനത്തിലെ ആ പാദധൂളികളെ ഒന്ന് കാണാൻ സാധിക്കുക മനുഷ്യന്, അതല്ലേ ഭാഗ്യം. നമുക്കൊക്കെ ആ ഭാഗ്യം ഒരു എല്ലാവർക്കും ഇവിടെ കിട്ടിയിട്ടുണ്ട്, ആ വൃന്ദാവന രജസ്സിനെ ഒന്ന് സ്പർശിക്കാനുള്ള ഭാഗ്യം. അങ്ങനെയുള്ള ഭാഗ്യം എന്താ പറയേണ്ടത് എന്ന ശ്രീമദ് ഭാഗവതം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ലീലാസമയത്താണ് അഘാസുരൻ പാമ്പിൻ്റെ രൂപത്തിൽ അവിടെ വന്നതും. ഈ ഗോപക്കുട്ടികൾ മുഴുവൻ നമുക്ക് ദോഷം വന്നാലും സാരല്യ, അത് കൃഷ്ണൻ രക്ഷിക്കുമെന്ന ഉറപ്പോടുകൂടി ആ വായിലേക്ക് കയറിയതും, പിന്നീട് വായടച്ചു ഭഗവാന്റെ ലീല കൊണ്ട് അഘാസുരൻ മോക്ഷം കിട്ടി. പക്ഷേ ഈ കഥ വൃന്ദാവനത്തിലെറിഞ്ഞത് 1 വർഷം കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും ആ കഥ ആരംഭിക്കുന്നത്. കാരണം ഭഗവാൻ ബലരാമസ്വാമിയെ കൂടാതെയാണ് അന്ന് ലീലയ്ക്ക് പോയതെന്നും, കാട്ടിൽ കളിച്ച് ക്ഷീണിച്ച സമയത്താണ്. എന്നാൽ ഉണ്ണി കണ്ണ നമുക്ക് വിശക്കണു കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ വനഭോജനം, ചില ഭാഗങ്ങൾ മാത്രം അങ്ങനെ ഒന്ന് സ്പർശിച്ച് പോവാം. ബിഭ്രദ്വേണും ജഠരപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ പാണൗ മസൃണകവലം തത്ഫലാന്യങ്കുലീഷു തിഷ്ഠൻ മധ്യേ സ്വപരിസുഹൃദോ ഹാസയൻ നർമ്മഭിസ്വൈഃ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞഭുക് ബാലകേളി. ഭഗവാൻ ആ തൻ്റെ അരയിലേക്ക് ബിഭ്രദ്വേണും ജഠരപടയോ, അവിടെ ഇങ്ങനെ വലിച്ചു കെട്ടിയ ആ അരയിലെ തുണിയിലേക്ക്, അതിൻ്റെ ഉള്ളിലേക്ക് കണ്ട് ഇറക്കി വെച്ചു വേണുവിനെ. ശൃംഗവേത്രേ ച കക്ഷേ, ആ പശുവിനെ നയിക്കണ കൊമ്പും അതുപോലെ കോലും ഇതൊക്കെ കക്ഷത്തിലങ്ങനെ വെച്ചു. വാമേ പാണോ മസൃണകവലം, അങ്ങനെ നെയ്യനെ
ചേർത്തുരുട്ടിയ ആ ചോറ് തൻ്റെ ഇടത്തെ കയ്യിലെങ്ങനെ വെച്ചു. തത്ഫലാന്യങ്കുലീഷു, ആ കൊണ്ടാട്ടമൊക്കെ ഇങ്ങനെ അങ്കുലികളിൽ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഭഗവാൻ അല്ലെ കൈപ്പൊക്കെ കൊണ്ടാട്ടമൊക്കെ ദ്വാരാക്കിയാൽ ഇങ്ങനെ ഇടാം. തിഷ്ഠൻ മധ്യേ സ്വപരിസുഹൃദോ ഹാസയൻ നർമ്മഭി. തിഷ്ഠൻ മധ്യേ, ഭഗവാൻ അങ്ങോട്ട് നടുക്ക് നിന്നു. പക്ഷേ എല്ലാ ഗോപക്കുട്ടികൾക്കും ഭഗവാനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാനില്ല, ശരിയായ ഭഗവത് സ്വരൂപം സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദെന്ന ഭാവം, അങ്ങനെയുള്ള ആ ഭഗവാനെ എല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ വളരെയധികം തമാശകളുമൊക്കെ പറഞ്ഞുകൊണ്ട് സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞഭുക് ബാലകേളി. അതിൽ രണ്ട് തരത്തിൽ കാണാം. സ്വർഗേ മിഷതി ലോകേ യജ്ഞഭുക് എന്നും കാണാം. സ്വർഗേ മിഷതി, സ്വർഗേ എന്നതിന് സ്വർഗത്തിലുള്ളവർ, സ്വർഗവാസികൾ നോക്കി നിൽക്കുമ്പോൾ ലോകേ, ഈ ലോകത്ത് യജ്ഞഭുക് ബാലകേളി, ആ യജ്ഞഭുക്കായിരിക്കുന്ന ഭഗവാൻ ബാലകേളിയെ ചെയ്തു എന്നൊരർത്ഥം കാണാം. അല്ലെങ്കിൽ സ്വർഗേ ലോകേ മിഷതി, സ്വർഗലോകത്തുള്ളവർ നോക്കി നിൽക്കെ ഭഗവാൻ ഇതാ ബാലകേളി ആരംഭിച്ചു. രണ്ടും നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ കുറച്ചും കൂടി സുഖം സ്വർഗേ മിഷതി ലോകേ യജ്ഞഭുക് ബാലകേളി എന്ന് വ്യാഖ്യാനിക്കാവുന്നതാണെന്ന് തോന്നുന്നു. അതൊക്കെ ഓരോ സുഖമേതാണ് അതിനനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക. അങ്ങനെയാണ് ആ പശുക്കുട്ടികളൊക്കെ എവിടെയൊക്കെയോ പോയി എന്ന് കണ്ട സമയത്ത് ഭഗവാന് ഒരു പേടിയുണ്ടായില്ല. കാരണം അവിടെ പറയണത് ഭയം എന്നാണ് അവിടെയുള്ള പ്രയോഗം. ഭീ പോലും ഭയക്കുന്നതാരെയാണോ അവൻ, അതായത് ഭയം പോലും ഭയക്കുന്നതാരെയാണ് ലോകനാഥനായിരിക്കുന്ന കൃഷ്ണനെ. അതാണ് ഭയം എന്ന് അവിടെ ഭാഗവതത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ദാ പശുക്കുട്ടികളെ അന്വേഷിച്ച് യാത്രയായി. ആ സമയത്താണ് ഭഗവാന്റെ ആ ലീലകൾ കണ്ട് മോഹിച്ച ബ്രഹ്മദേവന് ഭഗവാനെ ഒന്നും കൂടി ലീലകൾ കാണണം തോന്നി, ഭഗവാന്റെ ലീല കാണണം തോന്നിയിട്ടാ പശുക്കുട്ടികളൊക്കെ മറച്ചത്. ആ സമയത്ത് ഭഗവാന്റെ രൂപം എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ കുട്ടികളൊക്കെ മറിച്ച സമയത്ത് കുട്ടികളുടെ അമ്മമാർക്കും മറ്റും സന്തോഷമുണ്ടാക്കാനായിട്ട് യാവത് വത്സപ വത്സകാൽപകവപുർ യാവത് കരാഘ്ര്യാധികം യാവത് യഷ്ടിവിഷാണവേണുദലശക് യാവത് വിഭൂഷാംബരം യാവത് ശീലഗുണാഭിധാകൃതിവയോ യാവത് വിഹാരാധികം സർവം വിഷ്ണുമയം ഗിരോംഗവദജ സർവസ്വരൂപോ ബഭൂ. ഭഗവത് സ്വരൂപം എന്താണെന്ന് നമുക്കിതാ കാണിച്ചിരുന്നു. യാവത് വത്സവ, ആ എത്രയെത്ര പശുക്കൾ മേയ്ക്കുന്ന ബാലന്മാരാണോ ഉണ്ടായത് അത്രയായി മാറി, പശുക്കുട്ടികളായി മാറി. അവരുടെ വയസ്സെത്രയാണോ ആ അനുരൂപമായ രീതിയിലാണ് ഇവിടെ ഉണ്ടായത്. അവരുടെ കൈകൾ, അവരുടെ കാലുകളൊക്കെ എങ്ങനെയാണോ അതുപോലെയായി മാറി ഭഗവാൻ. അവരുടെ കയ്യിലുള്ള ആ വടികൾ എന്താണോ അല്ലെങ്കിൽ കൊമ്പെന്താണോ ഇതൊക്കെയായി മാറി ഭഗവാൻ. വിഭൂഷാംബരം, അവരുടെ അണിഞ്ഞ ആ ആഭരണങ്ങൾ അല്ലെങ്കിൽ അവരണിഞ്ഞ വസ്ത്രങ്ങൾ എന്താണോ അതായി മാറി. അതായത് എങ്ങനെയാണോ ആ ഗോപക്കുട്ടികളുണ്ടായത് അതുപോലെ ആയി മാറി. അവസാനം പറയണു സർവം വിഷ്ണുമയം ഗിരോംഗവദജ സർവസ്വരൂപോ ബഭൗ. സർവം വിഷ്ണുമയം. എന്താ വേദം പറയണത്? അതാ ഗിരോംഗവദജ അജനായിരിക്കണ ഭഗവാൻ ഇതാ സർവവും വിഷ്ണുമയമാണ്. നമ്മൾ പറയണ്ടില്ലേ, നേരത്തെ പറഞ്ഞു യാവെന്ന് കാണുന്നത് നാരായണ പ്രതിമ. അത് വേദവും പറയണു. നാരായണ പരം ബ്രഹ്മതത്വം നാരായണ പരഃ നാരായണ പരോ ജ്യോതിരാത്മാ നാരായണ പരഃ യച്ച കിഞ്ചിത് ജഗത്യസ്മിൻ ദൃശ്യത്തെ ശ്രൂയത്തെ പിവ അന്തർബഹിശ്ച തത്സർവം വ്യാപ്യ നാരായണ സ്ഥിതഃ എന്നിങ്ങനെ ആ വേദങ്ങൾ നമുക്ക് ചൊല്ലിത്തരുന്നു. ആ വേദവാക്കിനെ സത്യമാക്കുന്ന രൂപത്തിലാണിന്നിതാ സർവം വിഷ്ണു. അതാണ് സഹസ്രാമം നമുക്ക് കാണാം. അതുപോലെ നമുക്ക് പുരുഷസൂക്തത്തിൽ കാണാം. പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം മുതാ മൃതത്വസ്യേശാനോ യദന്നേനാതിരോഹതി
ഏതാവാനസ്യ മഹിമ അതോ ജ്യായാംശ്ച പൂരുഷഃ എന്നിങ്ങനെ ഏതൊക്കെ വേദങ്ങളാണോ ആ ഭഗവത് സ്വരൂപത്തെ വിശദമാക്കുന്നത് അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് സർവസ്വരൂപോ ബഭൗ, സർവസ്വരൂപനായിട്ട് ആ സർവ്വതും വിഷ്ണുമയമായിട്ടിതാ ഈ ലോകത്തിന് കാട്ടിക്കൊടുത്തു ഭഗവാൻ. അങ്ങനെയാണ് ഭഗവാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വൈകിട്ട് അതാത് സ്ഥലത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ച്. പക്ഷേ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായതായിട്ട് അവിടെ ബലരാമസ്വാമിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തൊരു സ്നേഹമാണ് പശുക്കൾക്ക് കുട്ടികളോട്, എന്തൊരു സ്നേഹമാണ് അമ്മയ്ക്ക് കുട്ടികളോട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാന കണ്ണിലൂടെ നോക്കിയപ്പോൾ കണ്ടു, കൃഷ്ണ ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ അങ്ങയുടെ ലീല. ബലരാമസ്വാമിക്ക് പോലും ഒരു നിമിഷം ആ ഗുരുവായൂരപ്പൻ്റെ ലീല മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം നീണ്ടു നിന്നപ്പോഴാണ് ബ്രഹ്മദേവൻ തൻ്റെ അഹങ്കാരമൊക്കെ വന്ന് നമസ്കരിക്കുന്നത്. നൗമീഡ്യത്തെ ഭ്രവപുഷേ തടിദംബരായ ഗുഞ്ചാവദം സപരിവിച്ഛല സന്മുഖായ വന്യസ്രജേ കപലവേത്ര വിഷാണവേണു ലക്ഷ്മശ്രിയേ മൃദുപദേ പശുപങ്കജായ നൗമി ഈഡ്യ. ഹേ ഈഡ്യ, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവനേ എന്നാണ്. ഈഡ്യ എന്നാണ് അവിടെ ആദ്യത്തെ സംബോധന. എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന ഭഗവാനെ നൗമി, ഞാനിതാ നമസ്കരിക്കണു. അങ്ങ് എങ്ങനെയുള്ളവനാണ്? അഭ്രവപുഷേ, ആ കാർമേഘ വർണ്ണനാണ് ഭഗവാൻ. ഈ ശ്ലോകം അന്വയിക്കാൻ കുറച്ച് വിഷമമുണ്ട്. അതുകൊണ്ട് ആദ്യം ഒരു കഷ്ണം അന്വയിച്ചതിന് ശേഷം, പഠിക്കുന്നവരായതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, ആദ്യം ഒരു ഭാഗം അന്വയിച്ചതിന് ശേഷമേ ബാക്കി അന്വയിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ വ്യാകരണ ദോഷം വരും. അതുകൊണ്ട് അന്വയത്തിൽ ആചാര്യസ്വാമികൾ, അതായത് ശ്രീധരാചാര്യക്ക് അന്വയം മാറ്റിയിട്ടുണ്ട്. നൗമീഡ്യ, ഹേ ഈഡ്യ തേ നൗമി എന്നാണ് ആദ്യത്തെ അന്വയം. അല്ലയോ സ്തുത്യനായവനെ തേ തുഭ്യം. തുഭ്യം എന്നുള്ളതിന് മറ്റൊരു പദമാണ് തേ നമ, അല്ലെങ്കിൽ നൗമി, അങ്ങയെ നമസ്കരിക്കണു. അങ്ങെങ്ങനെയുള്ളവനാണ്? അഭ്രവപുഷേ, ആ അഭ്രവപുസ് കാർമേഘത്തിൻ്റെ സ്വരൂപം ധരിച്ച തടിദംബരായ മിന്നൽ പിണറിൻ്റെ ശോഭയുള്ള ആ അമ്പരം വസ്ത്രം ധരിച്ച ഗുഞ്ചാവതംസ, കുന്നിക്കുരു ധരിച്ചിട്ടുണ്ട് ഭഗവാൻ. അങ്ങനെയുള്ള പരിപിച്ഛല സന്മുഖായ, മയിൽപ്പീലി ഭഗവാൻ ധരിച്ചിരിക്കണ ആ മുഖത്തോടു കൂടിയായിരിക്കണം. വന്യസ്രജേ, വനമാല ധരിച്ചിരിക്കുന്ന കവലവേത്ര വിഷാണ വേണു ലക്ഷ്മശ്രിയേ, കയ്യിൽ കവലം നെയ്കൂട്ടിയ ആ ചോറ്, അതുപോലെ വേത്രം കൊമ്പ്, കൊമ്പ്, അതുപോലെ പശുക്കളെ മേയ്ക്കണ വടി, ഇതൊക്കെ ധരിച്ച ലക്ഷ്മശ്രിയേ മൃദുപദേ പശുപാങ്കജായ. പശുപാങ്കജായ എന്ന ശബ്ദം വളരെ പ്രധാനപ്പെട്ടൊരു ശബ്ദമാണ്. ഒന്ന് എളുപ്പത്തിൽ നമുക്ക് പറയാം, ഗോപകുമാര എന്ന് പറയാം. ആദ്യത്തെ അർത്ഥം ഗോപകുമാരനായിരിക്കണ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം. പക്ഷേ പശുപ എന്ന ശബ്ദം എടുത്തിട്ട് വ്യാഖ്യാനിക്കണം എന്നാണ് പറയാം. നമ്മൾ സാധാരണ പറയേണ്ട പശൂനാം പതി എന്ന് പറയാറുണ്ട്. അതുപോലെ പശുപഹ എന്ന ശബ്ദത്തിന് ഈശ്വരഹ എന്ന ശബ്ദമുണ്ട്, അർത്ഥമുണ്ട്. അപ്പോൾ പശുപാങ്കജായ ആ ഈശ്വര അവതാരം തന്നെയാണ് ഭഗവാനെ അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വ്യാഖ്യാനവും നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. കാരണം ഭഗവാന്റെ ഈ ഒരു അവതാരം, ഈ ഒരു സ്വരൂപം എന്തിനുള്ളതാണ്? ബ്രഹ്മദൈവം പറയുന്നു എന്നെ അനുഗ്രഹിക്കാനുള്ളതാണ് എന്നിവിടെ പറഞ്ഞു വെച്ചിരിക്കണം. അപ്പോൾ ബ്രഹ്മദേവൻ പറയുന്നത് ഭഗവാന്റെ സഗുണാവതാരത്തെ മനസ്സിലാക്കാനാണ് വിഷമം എന്നാണ്. നിർഗുണാവതാരത്തെ എങ്ങനെയെങ്കിലും ധ്യാനത്തിലൂടെ ഉള്ളിലേക്ക് ഒതുക്കാൻ സാധിക്കും. പക്ഷേ കൃഷ്ണ, അവിടുത്തെ ഈ സഗുണ രൂപത്തെ എങ്ങനെയാണ് ഒതുക്കാൻ സാധിക്കുക? കാരണം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയല്ലേ ആ സ്വരൂപം. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ സഗുണസ്വരൂപത്തെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? നിർഗുണസ്വരൂപത്തെ എങ്ങനെയെങ്കിലും ധ്യാനത്തിലൂടെയെങ്കിലും ഭഗവാനെ ഉള്ളിലൊഴുക്കാൻ സാധിക്കും. ഞാൻ എങ്ങനെയുള്ളവനാണ്? ഞാൻ 7 ചാണയുള്ളൂ എന്നാണ് ബ്രഹ്മദേവൻ പറയണത്.
7 ചാൺ വലിപ്പേ ഉള്ളൂ എന്നാണ്. കാരണം ശരിയാണ്, മഹത്ത്, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ, ഇതിനെ കൊണ്ട് പരിച്ഛിന്നനാണ് ബ്രഹ്മദേവൻ. ഒന്നും കൂടി പറഞ്ഞാൽ പ്രകൃതി, മഹദഹങ്കാര, പഞ്ചഭൂതങ്ങൾ, ഇത് മുഴുവൻ പ്രകൃതിയിലേക്ക് അടങ്ങുന്നത് കൊണ്ട് 7 ചാണേ ബ്രഹ്മദേവനുള്ളൂ. ഈ 7 ചാണുള്ള ബ്രഹ്മദേവനാണ് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ പരീക്ഷിക്കാനായിട്ട് പുറപ്പെടുന്നത്. ഭഗവാൻ തന്നെ, ബ്രഹ്മദേവൻ തന്നെ പറയും സപ്തവിതസ്തികായ എന്നെടുത്ത് പറയണു. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപത്തെ മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ് എന്നിവിടെ കാണാൻ സാധിക്കും. അവസാനം ചുരുക്കി പറയാം, ഭഗവാനോട് പറഞ്ഞു, ഉക്ഷേപണം ഗർഭഗതസ്യ പാദയോഃ കിം കൽപ്പതേ മാതുരധോക്ഷജാഗസേ. ഭഗവാനെ അധോക്ഷജാന വിളിച്ചത്. അധോക്ഷ ഇന്ദ്രിയാതീതനായവൻ, ഇന്ദ്രിയങ്ങൾക്ക് പിടികിട്ടാത്തവനായിരിക്കുന്ന കൃഷ്ണ, ഉക്ഷേപണം ഗർഭഗതസ്യ പാദയോഃ. ഗർഭഗതസ്യ, ഒരു ഗർഭത്തിലുള്ളൊരു ശിശു കാല് പൊക്കി ചവിട്ടിയാൽ അത് അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നുമോ? അമ്മയ്ക്കത് എൻ്റെ ഉണ്ണി എന്നെ ചവിട്ടി എന്നൊരു അപരാധിയാണ് എൻ്റെ ഉണ്ണിയെന്ന് തോന്നാറുണ്ടോ ഭഗവാനെ? ഇല്ലല്ലോ. ഞാൻ അവിടുത്തെ ഉണ്ണിയല്ലേ. കാരണം അവിടുത്തെ ആ നാഭികമലത്തിൽ നിന്നുമല്ലേ ഞാൻ ഉണ്ടായി വന്നത്. അതുകൊണ്ട് ഞാൻ എന്താണ്? അവിടുത്തെ മകൻ തന്നെയല്ലേ. അതുകൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങൾ അങ്ങ് പൊറുക്കണേ എന്ന് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നു. കാരണം സർവ്വതും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാന്റെ ഉദരത്തിലാണെന്ന് ഇവിടെ പറയുന്നു. യസ്യ കുക്ഷാവിദം സർവം. ബ്രഹ്മസ്തുതി വളരെ ഗംഭീരാണ്. ഈ കാണുന്നത് മുഴുവൻ ഭഗവാന്റെ കുക്ഷിയിലാണെന്നാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. പണ്ടൊരു ചാട് ശ്ലോകം ഓർമ്മ വരിക. ഒരു ഈച്ച ഭഗവാന്റെ വയറിൽ വന്നിരുന്നപ്പോൾ ഭൂമി മുഴുവൻ കുലുങ്ങി, പ്രപഞ്ചം കുലുങ്ങി എന്ന് പറഞ്ഞിട്ടൊരു ചാട് ശ്ലോകം സംസ്കൃതത്തിലുണ്ടായിരുന്നു. അതായത് ഭഗവാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വെണ്ണ ഉണ്ടായിരുന്നു വയറിലെ. അവിടെ ഒരു ഈച്ച വന്നിരുന്നപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ കുലുങ്ങിപ്പോയി എന്നൊരു ചാട് ശ്ലോകം സംസ്കൃതത്തിൽ. എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായി? സർവ്വതും ഭഗവാന്റെ ഉദരത്തിലല്ലേ ഉള്ളത് ഈ പ്രപഞ്ചം. അപ്പോൾ ആ ഭാഗം നമുക്ക് കാണിച്ചു തരുന്നു ഈ സംസ്കൃത ശ്ലോകത്തിലൂടെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ എല്ലാം ആ ഭഗവാനിൽ അടങ്ങിയിരിക്കണു എന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് വൃന്ദാവനവാസികളുടെ ഭാഗ്യം, അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപൗരജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപൗരജൗകസാം. ആ നന്ദഗോപൻ്റെ വ്രജത്തിലുള്ളവരുടെ ഭാഗ്യം ഭാഗ്യം ഭാഗ്യം. കാരണം ഈ ലോകനാഥനായിരിക്കുന്ന കൃഷ്ണൻ, ആ സനാതനനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപിയായിരുന്ന കൃഷ്ണൻ അവരുടെ കൂട്ടുകാരനായിട്ട് ഓടി നടക്കണു. അതല്ലേ ആ ഗോകുലവാസികൾക്കുണ്ടായ ഭാഗ്യം എന്നൊക്കെ ചൊല്ലി നമസ്കരിക്കുന്ന രംഗവും കൂടി നമുക്ക് കാണാൻ സാധിക്കണോ? സമയമായില്ലേ? ആയി. ഇതാണ് ഭഗവത്തിൻ്റെ ഏകദേശം ആയിട്ടുള്ളൂ. എന്തെങ്കിലും കുറച്ചായി, അതൊക്കെ നമ്മുടെ സമയമായി. അതിനുശേഷം നമുക്ക് ഒന്ന് പറഞ്ഞു പോവാം അല്ലേ. ധേനുക വധമാണ് പിന്നീട് കാണുന്നത്. അവിടെയും ഭഗവാന്റെ ലീലകളെ കാണാൻ സാധിക്കും. പിന്നീട് അഖില കലകളുടെയും ആദിഗുരുവായിരിക്കുന്ന ഭഗവാന്റെ ആ കാളിയനെ അനുഗ്രഹിക്കുന്ന ഭാഗവും അവിടെ മനോഹരമായിരിക്കുന്ന ഒരു സ്തുതി കാളിയ പത്നിമാർ ഭഗവാന് കൊടുക്കുന്നുണ്ട്. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനെ എന്ന് ചൊല്ലിക്കൊണ്ട് അതിമനോഹരമായ ഒരു സ്തുതി നമുക്ക് ആ കാളിയൻ്റെ കഥയിൽ കാണാൻ സാധിക്കുന്നു. പിന്നീട് ആ പ്രളംബാസുരന് ഭഗവാൻ കൊടുത്ത അനുഗ്രഹം കാണാൻ സാധിക്കും. അതിനുശേഷമാണ് ഏറ്റവും മനോഹരമായൊരു അധ്യായം ഭാഗവതത്തിൽ. അതൊന്ന് മനോഹരമായൊരു പറയേണ്ടതാണ്. പ്രാവിശരദ് വർണ്ണന എത്ര മനോഹരമാണെന്നറിയോ അതിൻ്റെ. കാരണം ഓരോ വരിയും ഒരു ജീവിത തത്വവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം പറയണത്. ഇവിടെ ഒരു ഉദാഹരണം മാത്രം പറയാം. സാന്ദ്ര നീലാംബുദൈർവ്യോമ സവിദ്യുസ്തനയുത്നുഭി അസ്പഷ്ട ജ്യോതിരാച്ഛന്നം ബ്രഹ്മേവ സഗുണം ബഭൗ. ആ മഴക്കാലാവുമ്പോൾ ആകാശം മുഴുവൻ മേഘങ്ങളങ്ങനെ നിറഞ്ഞു.
ആ സമയത്ത് പ്രകാശിച്ചു നിൽക്കുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ആ ശക്തി അങ്ങോട്ട് പോയി. ഇപ്പോഴെന്തുപോലെ എന്ന് ചോദിച്ചാൽ അസ്പഷ്ടജ്യോതിരാച്ഛന്നം. സാധാരണയായിട്ട് നമുക്ക് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിങ്ങനെയുള്ള ഗുണങ്ങൾ ഒരു മനുഷ്യനിലേക്കല്ല ഒരാളിൽ വരുമ്പോൾ ആ ശരിയായ ആത്മസ്വരൂപം ബ്രഹ്മസ്വരൂപത്തെ കാണാതെ അത് സഗുണസ്വരൂപത്തിൽ കാണുന്നത് പോലെ ആകാശത്തിൽ ഈ മേഘങ്ങളിങ്ങനെ നിറയുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ എന്തുണ്ട്, മിന്നലിങ്ങനെ വരും പുറത്തേക്ക്. അപ്പോൾ ആ രീതിയിലുള്ളൊരു വർണ്ണന നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല പിന്നീട് ശ്രുത്വാ പർജന്യനിനദം മണ്ടൂകാ വ്യസൃജൻ ഗിര. ഇടിയുടെ ശബ്ദം കേട്ട് തവളകൾ ശബ്ദം ഉണ്ടാക്കുന്നത് ഏതുപോലെ ചോദിച്ചാൽ തൂഷ്ണീം ശയാന പ്രാഗ്യോദ്ദത് ബ്രാഹ്മണ നിയമാത്യയെ. ഗുരുനാഥൻ്റെ വാക്ക് കേട്ട് പെട്ടെന്ന് ബ്രാഹ്മണ കുട്ടികളെല്ലാം കൂടി മന്ത്രം ചൊല്ലുന്ന പോലെയാണ് തവള കരയാൻ തുടങ്ങിയത് എന്ന് ചിലത് പറയുന്നത് കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര മനോഹരമാണെന്നറിയാം. 20ാമത്തെ അധ്യായം പ്രാവിഡ് ശരദ് വർണ്ണന അധ്യായം മാത്രം ഒരു 3-4 മണിക്കൂർ പറയാനുണ്ട്. അത്രയേറെ ഉള്ളതാണ്. ആ സമയത്താണ് ഭഗവാന്റെ വേണുഗീതം നമുക്ക് പറഞ്ഞു തരുന്നത്. ബർഹാപീഠം നടവരവബുഃകർണയോ കർണികാരം ബിഭ്രദ്വാസക്കനകകവിശം വൈജയന്തീഞ്ചമാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദേർ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തി. ഭഗവാന്റെ സ്വരൂപം ആ വൈജയന്തിമാല, മാവില, മയിൽപ്പീലി, പൂക്കുല, അതുപോലെ കരിങ്കൂവളപ്പൂള്, നീയോൽപ്പലൊക്കെ ചേർത്തിട്ടുള്ളൊരു മാല ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ പാട്ട് കേട്ട് ഗോപികമാർക്കുണ്ടായ ആനന്ദവും ആ ആനന്ദം അതിൽ ഭഗവാൻ ഓടക്കോളിന് കൊടുത്ത് ബാക്കി എന്തെങ്കിലും രസമിനി ഉണ്ടാവുമോ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. ഓടക്കുഴൽ ചുംബിച്ചാസ്വദിക്കും ശേഷിക്കും ചുണ്ടിലെ തേനമൃതം എന്നെങ്കിലും എനിക്കാസ്വദിക്കാൻ ഒന്നു കഴിയുകയില്ല എന്നോ എന്ന് പാടുന്ന ഗോപികമാർ. ആ പ്രാർത്ഥനയാണ് കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരുതേ നമ എന്ന രീതിയിലായി ഭഗവാൻ അനുഗ്രഹം കിട്ടിയതുമൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ. അങ്ങനെ വിപ്രപത്നിമാർക്ക് കൊടുത്ത ഭഗവാന്റെ അനുഗ്രഹവും പിന്നീട് ഗോവർദ്ധനോദ്ധാരണത്തിൽ ഗോവിന്ദ 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 എന്ന ഭഗവാന്റെ നാമം ആ ലോകം മുഴുവൻ പ്രകീർത്തിക്കുന്ന രംഗവും, പിന്നീട് ഭഗവാൻ കാട്ടുതീയെ വിഴുങ്ങി എന്നൊരു ഭാഗം. എന്താ ഈ കാട്ടുതീയെ വിഴുങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞ് നമുക്ക് സമർപ്പിക്കാം. സാധാരണയായിട്ട് ഭഗവാന്റെ മുഖം അഗ്നിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ കാട്ടുതീയെ വിഴുങ്ങി എന്ന് പറഞ്ഞാൽ ആ മുഖത്തേക്ക് അഗ്നി ലയിച്ചു. അതായത് ഏത് ഭഗവാന്റെ മുഖമാണോ അഗ്നിയായിരിക്കുന്നത് ആ മുഖത്തേക്ക് കാട്ടുതീ ലയിച്ചു എന്നാണ് അതിനർത്ഥം പറയേണ്ടത്. അതാണ് ഈ കാട്ടുതീ വിഴുങ്ങി എന്നൊക്കെയുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയാണ് ഭാഗവതം. നമുക്ക് സമയമായതുകൊണ്ടാണ് ഇനി രാസലീലയും ആ രാസലീലയിൽ ഭഗവാന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ഗോപികന്മാരുടെ ഭക്തി എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് മനോഹരമായ യുഗളഗീതം, എത്ര പറഞ്ഞാലും മതിയാവാത്ത യുഗളഗീതം. പിന്നീട് കംസവധം, ഭഗവാന്റെ ഭക്തനായിരിക്കുന്ന ഉദ്ധവസ്വാമികൾ ഗോകുലത്തേക്ക് പോകുന്ന കഥ, അതിൻ്റെ ഇടയിൽ അക്രൂരൻ്റെ ഗോകുലയാത്ര, ഇതൊക്കെ നമുക്ക് ഉണ്ട്. ആ ഉദ്ധവ പഞ്ചരത്നവും കൂടി അവസാനത്തെ അത് ചൊല്ലി നിൽക്കാം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം ഗോപീചരണാരവിന്ദ പരമാണവേ നമ ശ്രീ രാധികായൈ നമ. കുറച്ച് നേരമെങ്കിലും ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ പറയാൻ സാധിച്ചല്ലോ എന്നുള്ള ഭാഗ്യം. ഹരിയം.